നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക്. ഹരേ കൃഷ്ണ. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി, ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി, ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി, ജയ യശോദനന്ദന വ്രജ ജനരഞ്ജന, യശോദാനന്ദന വ്രജ ജനരഞ്ജന, യമുന തീര വനചാരി, ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി, ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധാ മാധവ്, ജയ രാധേ ജയ രാധേ ജയ രാധേ ജയ ശ്രീ രാധേ, ജയ പ്രഭുപാദ് ജയ പ്രഭുപാദ് ജയ പ്രഭുപാദ് ജയ ശീല പ്രഭുപാദ്, ജയ ഗുരുദേവ് ജയ ഗുരുദേവ് ജയ ഗുരുദേവ് ജയ ശ്രീ ഗുരുദേവ്, നിതായ് ഗൗര ഹരി ബോൽ ഹരി ബോൽ, നിതായ് ഗൗര ഹരി ബോൽ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശില പ്രഭാത് കി ജയ്, ശില ഗുരുദേവ് കി ജയ്. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ശ്ലോകം 1-8-8, ഒന്നാമത്തെ സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകം. അപ്പൊ 8-ാമത്തെ ശ്ലോകത്തില് ഇവിടെ നമ്മൾക്ക് ഭഗവാൻ എല്ലാം കഴിഞ്ഞിട്ട് രഥത്തിലേക്ക് കയറാൻ പോണതായിട്ടാണ് പറയണത് അല്ലെ. അപ്പൊ അതിനു മുമ്പ് നമ്മള് ഹരേ കൃഷ്ണ അതിനു മുമ്പ് നമ്മള് അറിഞ്ഞു എന്തൊക്കെയാണ് അശ്വത്ഥാമാവ് എന്താ ബ്രഹ്മാസ്ത്രം വിട്ടതും അതിന് അർജുനൻ പിടിച്ചു കെട്ടാനായിട്ട് അശ്വത്ഥാമാവിനെ അവസാനം കൊല്ലാണ്ട് വിടാനായിട്ട് അല്ലെ ഭഗവാൻ 2 വിധത്തിൽ പറഞ്ഞു എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാണ്ട് തന്നെ ഒരു ബ്രാഹ്മണനെ കൊല്ലാൻ പാടില്ല എന്നും എന്നാൽ കൊടുത്ത വാക്ക് പാലിക്കണം എന്ന് പറഞ്ഞിട്ട് അർജുനൻ എന്താ ചെയ്തത്, അശ്വത്ഥാമാവിന്റെ ബ്രാഹ്മണ ഇതുള്ള പിന്നെ നെറ്റിയിലുള്ള രത്നം എടുത്തിട്ട് ശിഖ മുറിച്ചു വിട്ടു. അങ്ങനെ ആ അശ്വത്ഥാമാവിന്റെ കഥ നമ്മൾ കേട്ടതിന് ശേഷം പിന്നെ ഇവിടെ നമ്മൾ കുന്തിയുടെ പ്രാർത്ഥനകളിലേക്ക് വരികയാണ്. അപ്പൊ കുന്തിയുടെ പ്രാർത്ഥനകളിലേക്ക് വരുന്നതിന് മുമ്പ് ഭഗവാൻ യുധിഷ്ഠിരനോട് യജ്ഞം നടത്താനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ 3 പ്രാവശ്യം അത് അശ്വമേധയാഗം എന്ന് പറയുന്നത് ഇന്ദ്രൻ ചെയ്ത പദവിയുടെ അത്രം തുല്യമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പാണ്ഡവര് എന്ന് പറയുന്നത് സാധാരണ ആൾക്കാരല്ല, ഭഗവാന്റെ ലീലയിലെ തന്നെ ഒരു ഭാഗമാണ് അവരെല്ലാവരും. അങ്ങനെ ഇവിടെ നിന്നിട്ട് ഇവിടെ ഉള്ള ശ്ലോകത്തിലേക്ക് നമുക്കിപ്പോ പോവാണ്. അപ്പൊ അതിനു മുമ്പ് നമുക്കൊന്ന് ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതമേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംസ്യ ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണലളിതാൻ ശ്രീവിശാഖാന്വിതാൻ ത്യാഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ബുധരേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനി നാമിനേ നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ശില പ്രഭുപാദ് കി ജയ്, ശീല ഗുരുദേവ് കി ജയ്. ശ്ലോകം 8. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഗന്ധം കൃതമതിർബ്രഹ്മൻ ദ്വാരകാം രഥമാസ്ഥിതഃ, ഉപലേഭിതാവന്തീം ഉത്തരാം ഭയവിഹ്വലാം. ഗന്ധം കൃതമതിർബ്രഹ്മൻ ദ്വാരകാം രഥമാസ്ഥിതഃ, ഉപലേഭേ അഭിതാവന്തീം ഉത്തരാം ഭയവിഹ്വലാം. ഗന്ധം ആരംഭിക്കാൻ ആഗ്രഹിച്ച്, കൃതമതി തീരുമാനിച്ച ശേഷം, ബ്രഹ്മൻ അല്ലയോ ബ്രാഹ്മണ, ദ്വാരകയിലേക്ക് രഥത്തിൽ ആസ്ഥിതനായി, ഉപലേഭെ ദർശിച്ചു, അഭിതാവന്തി അതിശീഘ്രം വരുന്നത്, ഉത്തര ഭയവിഹ്വലയായി. ഇപ്പോ ഇവിടെ പറയാണ്, അതായത് ഉത്തര ഭയവിഹ്വലയായിട്ട് വരുന്നു. എന്തിനാ ഉത്തര ഭയവിഹ്വലയായിട്ട് വന്നത്? ഉത്തരയുടെ ഗർഭത്തിൽ കിടക്കുന്ന ശിശുവിനെ അശ്വത്ഥാമാവിന്റെ ആ ബ്രഹ്മാസ്ത്രത്തിന്റെ ആ ഇതല്ലേ, അത് ഉത്തരയുടെ ഗർഭത്തിലേക്ക് നോക്കിയിട്ടാണ് വിട്ടത്. കാരണം എന്താ വെച്ചാൽ, ഒരു തരത്തിലും ബ്രാഹ്മണര് എന്താ പറയാ, പാണ്ഡവരുടെ ഒരു പരമ്പര ഉണ്ടാവരുത്. അത്രയും ദേഷ്യമായിരുന്നു അശ്വത്ഥാമാവിന്. അത് മാത്രല്ല, ദുര്യോധനുള്ള ആ ഒരു ഇത് എന്താ പറയാ, നമ്മുടെ പറയൂലോ, ദുര്യോധനാണല്ലോ അശ്വത്ഥാമാവിനെ കൂടെ നിന്നിട്ടില്ല. അപ്പൊ ആ ഒരു കടമയും കൂടെ കാണിക്കുകയാണ് ഇവിടെ. അപ്പൊ സുതൻ എന്താ പറയണത് ഇവിടെ, അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് ഉത്തര ഓടി വന്നിട്ട്, നമുക്കറിയാം ഇനി അടുത്ത ശ്ലോകത്തിൽ ഉത്തര പ്രാർത്ഥനയുണ്ട്. എന്തായാലും ഭഗവാനെ എന്നെ രക്ഷിക്കണേ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ല, എന്റെ കുട്ടിക്കൊന്നും വരരുത്, അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വിവർത്തനത്തില്, അനന്തരം രഥത്തിൽ കയറി ദ്വാരകയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ ഉത്തര ഭയവിഹ്വലയായി തന്റെ നേരെ ത്വരിതഗതിയിൽ വരുന്നത് ഭഗവാൻ കണ്ടു. ഭാവാർത്ഥം. ശീല പ്രഭുപാദ് കി ജയ്. സമഗ്ര പാണ്ഡവകുലവും ഭഗവത് സംരക്ഷണത്തെ പരിപൂർണമായി ആശ്രയിക്കയാൽ ഏതു പരിതസ്ഥിതിയിലും ഭഗവാൻ അവരേവരെയും സംരക്ഷിച്ചു പോന്നു. ഭഗവാൻ ഏവരെയും സംരക്ഷിക്കുന്നു. എന്നാൽ ഭഗവാനെ പൂർണ്ണമായും അഭയം പ്രാപിക്കുന്നവരെ അദ്ദേഹം സവിശേഷ പരിഗണനയോടെ സംരക്ഷിക്കുന്നു. പിതാവ് പൂർണ്ണമായും തന്നെ മാത്രം ആശ്രയിക്കുന്ന ഇളയ പുത്രനിൽ വിശേഷമായി ശ്രദ്ധ ചെലുത്തുന്നു. നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരേ നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീം മുഖം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദ മാധവം ശ്രീ ചൈതന്യം ഈശ്വരം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണത്, പരിപൂർണമായി ആശ്രയിക്കയാൽ. നമ്മള് ചിന്തിക്കണ പോലെ സാധാരണതയല്ല പറയണത് ഭഗവാൻ. പരിപൂർണമായി, പ്രഭുപാദ അതാ പറഞ്ഞത്, വേറെ യാതൊന്നും വേണ്ട, എനിക്ക് എന്റെ ഭഗവാൻ മാത്രം മതി. അപ്പൊ ആ ഒരു ആശ്രയിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ ഇവിടെ വേറൊരു ഇത് പറയണു ഭഗവാൻ, ഇളയ പുത്രനിൽ വിശേഷമായി ശ്രദ്ധ ചെലുത്തുന്നു. അപ്പൊ കുറെ കുട്ടികളുള്ള അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്താ ചെയ്യാ, ആ കുട്ടികളിലെ ഏറ്റവും ചെറിയ കുട്ടിയായിരിക്കും ഒന്നിലെ ഒക്കത്തിരിക്കുക, അല്ലെങ്കിൽ കൈ പിടിച്ച്, ഇപ്പൊ റോഡൊക്കെ ക്രോസ് ചെയ്യണമെങ്കിൽ പിടിച്ച്, ആ മകൻ പിടിക്കാന്ന് പറഞ്ഞാലും നമ്മൾ സമ്മതിക്കില്ല അല്ലെ, നമ്മൾ തന്നെ ആ കൈ പിടിച്ചിട്ടായിരിക്കും കുട്ടിയെ നടത്തുക. കാരണം ആ കുട്ടിക്ക് വേറെ ആരും ഇല്ല, അമ്മയല്ലാണ്ട് ആ കുട്ടി അല്ലെങ്കിൽ അച്ഛനല്ലാണ്ട് ആ കുട്ടിയെ രക്ഷിക്കാനായിട്ട് അവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. കാരണം ആ കുട്ടിക്ക് സ്വയം ഒന്നും ചെയ്യാൻ അറിയില്ല. ഇവിടെ പ്രഭുപാദ പറഞ്ഞിരിക്കുന്നു, അങ്ങനെയുള്ള ആ കുട്ടിയിൽ സവിശേഷമായ ശ്രദ്ധ ചെലുത്തുന്നു. അപ്പൊ ഇവിടെ പ്രഭുപാദ എന്താ പറയണത്, പാണ്ഡവര് അങ്ങനെയുള്ള ആൾക്കാരാണ് എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് പാണ്ഡവർക്ക് ഭഗവാനെ കുറിച്ചല്ലാണ്ട് വേറെ ആരെയും കുറിച്ച് ചിന്തയില്ല. എത്രേ കഷ്ടങ്ങൾ ഇപ്പൊ നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുക അല്ലെ. ഇപ്പൊ കുന്തിദേവി നമ്മൾ പറയുന്നു കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിച്ചിട്ടുള്ളത് ആരാ? പാഞ്ചാലി, ദ്രൗപദിയാണ്. ജനിച്ച അന്ന് തൊട്ട് തന്നെ ദ്രൗപദിക്ക് എന്താ ഒരു മിഷൻ ഉണ്ട്. അതായത് ദ്രൗപദി മൂലമാണ്, ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ദ്രൗപദിയെ പോലും ഇതാക്കിയത്, സൃഷ്ടിച്ചത്.
കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോ സന്തോഷത്തോടുകൂടെ വന്നപ്പോ എന്താ പറഞ്ഞത്? 5 പേരുടെ ഭാര്യമാരാവണം, അല്ല ഭാര്യയാവണം. അതൊരു ഒരു രാജകുമാരി, ഒരു എന്താ പറയാ, ഒരു സ്ത്രീക്കും അത് ഉൾക്കൊള്ളാൻ ഭയങ്കര വിഷമാണ്. പക്ഷെ അവിടെയും കൃഷ്ണൻ വന്നിട്ട് പറഞ്ഞു, നീ അത് ആശ്രയിക്കണം, കാരണം അത് സ്വീകരിക്കണം, അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. കാരണം ഭഗവാന്റെ ഒരു ലീലകളിലേക്ക് വരുന്നതാണ്. അപ്പൊ അവിടെ ദ്രൗപദി അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്തായി? അത് കഴിഞ്ഞിട്ട് അവര് ഹസ്തിനാപുരത്തിലേക്ക് വരുമ്പോഴും അവിടെ അറിയാം, ഇപ്പൊ ദ്രൗപദിയെ കല്യാണം കഴിക്കണം ആഗ്രഹിച്ച കുറെ ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പൊ അവർക്ക് കാണുമ്പോ എത്രയായാലും ഉള്ളിന്റെ ഉള്ളിൽ ആ ദേഷ്യം ഉണ്ടാവും. പിന്നെ അവിടെ നിന്ന് രാജ്യം എന്താ പറയാ, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകണം. അവിടെ ചെന്നിട്ട് എന്താ ഉണ്ടാവണത്? അവിടെ ചെന്നിട്ട് അവരെ ഇവിടെ വരുന്നു, ദ്രൗപദിയെ ആക്ഷേപിക്കുന്നു. അതായത് വസ്ത്രാക്ഷേപം ഏറ്റവും വലിയൊരു ആക്ഷേപമാണ് അല്ലെ. നമ്മളിപ്പോ എന്തൊക്കെ തരത്തില് കുത്തുവാക്കുകൾ പറഞ്ഞാലും ഒരു സദസ്സിൽ വെച്ചിട്ട് ഒരു സ്ത്രീയെ ആക്ഷേപിക്കുക, വസ്ത്രം അവളെ ഇല്ലാണ്ടാക്കാൻ നോക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഏറ്റവും വലിയൊരു അപരാധമാണത്. ആ അപരാധ സമയത്തും ദ്രൗപദിക്ക് രക്ഷയായിട്ട് കൃഷ്ണൻ വസ്ത്രത്തിന്റെ രൂപത്തിൽ അവിടെ വന്നു. എന്നിട്ടും ആ യുദ്ധം ജയിച്ചു. എന്നിട്ട് എന്താ ഉണ്ടായേ? മക്കളെല്ലാവരും മരിച്ചു. അപ്പൊ ആ ദ്രൗപദി അനുഭവിച്ച കഷ്ടങ്ങളും നഷ്ടങ്ങളും അത് വെച്ച് നോക്കുമ്പോ ഈ സാധാരണ യുഗത്തിലുള്ള നമ്മളെ പോലെയുള്ളവർക്ക് ഭഗവാൻ ഒന്നും തന്നെ തന്നിട്ടില്ല കഷ്ടങ്ങൾ. എന്നിട്ടും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഭഗവാനെ ആശ്രയിക്കണില്ല ശരിക്കും പറഞ്ഞ. നമ്മൾ നമ്മുടെ സന്തോഷത്തിനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നും കിട്ടണില്ല എന്നൊരു എന്റർടൈൻമെന്റ് പോലെയാണ് ഒരു പക്ഷെ പലരും ഭഗവാന്റെ കാര്യങ്ങൾ അറിയുന്നത്. എന്നാൽ പൂർണ്ണമായി ഭഗവാനെ സറണ്ടർ ചെയ്തവർക്ക് എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അതിൽ നിന്നെല്ലാം രക്ഷ നേടാൻ സാധിക്കുമെന്നാണ് ഇവിടെ പ്രഭുപാദ പറയുന്നത്. പരിപൂർണമായി ആശ്രയിച്ചാൽ ഭഗവത് സംരക്ഷണത്തെ സമഗ്ര പാണ്ഡവകുലവും. അപ്പൊ പാണ്ഡവന്മാരോട് ഇപ്പൊ ഭഗവാൻ ഒരു 8ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അനന്യ ചേതാ സതതം യോമാം സ്മരതി നിത്യശഃ. അപ്പൊ ഭഗവാൻ എന്താ പറയുന്നത്? എന്നെ യാതൊരു തരത്തിലുള്ള ആഗ്രഹങ്ങളും ഇല്ലാണ്ട്. അപ്പോ പലർക്കും, നമ്മളിപ്പോ യോഗികളായാലും ജ്ഞാനികളായാലും എല്ലാവരും ശുദ്ധ ഭക്തരൊഴിച്ച് എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട് അല്ലെ. അവർക്ക് യോഗത്തിൽ മുന്നേറണം, ജ്ഞാനത്തിൽ മുന്നേറണം, അല്ലെങ്കിൽ മോക്ഷം കിട്ടണം, അങ്ങനെ പോലും ആഗ്രഹിച്ചിട്ടാണ് ചെയ്യണത്. എന്നാ ഭഗവാൻ പറയണു, എന്റെ ശുദ്ധ ഭക്തൻ. നമുക്കറിയാം പ്രഭുപാദ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല, പേരോ പ്രശസ്തിയോ. അപ്പം പ്രഭുപാദയുടെ കൂടെയുള്ള കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ ഭയങ്കര നോളജുള്ള ആൾക്കാരാണ്. പ്രഭുപാദയെക്കാളിലും വേണമെങ്കിൽ ഒരു പടി മുന്നിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ പ്രഭുപാദ കുറേയല്ല. പക്ഷെ ആരെ ഭഗവാൻ നിശ്ചയിച്ചത്? പ്രഭുപാദ. കാരണം പ്രഭുപാദ ഒരിക്കലും പ്രഭുപാദയുടെ ജ്ഞാനത്തിനായിട്ടോ അല്ലെങ്കിൽ പ്രഭുപാദയുടെ പേരിന് വേണ്ടിയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. ഇത്രയും വയ്യാണ്ടിരുന്നപ്പോഴും പ്രഭുപാദ എന്താ ചെയ്തത്? ഭഗവാന്റെ മിഷൻ, ഭഗവാന് വേണ്ടി ഞാൻ വരുന്നു, ഭഗവാന് വേണ്ടി ഞാൻ ചെയ്യണു, അത്രേ പ്രഭുപാദ വിചാരിച്ചുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ഭഗവാൻ പറയുന്നത്? തസ്യാഹം സുലഭ പാർത്ത. അങ്ങനെയുള്ളവർക്ക് ഞാൻ സുലഭമാണ്. ഇവിടെ പാണ്ഡവർക്ക് ഭഗവാൻ എന്തുകൊണ്ടാ സുലഭമായത്? ഇത്രയും കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രശ്നങ്ങളും എല്ലാ ദുരിതങ്ങളിലും ദുഃഖങ്ങളെക്കാളും കൂടുതൽ അവര് അനുഭവിച്ചിട്ടുള്ളത് ദുരിതങ്ങളാണ് അല്ലെ. അത്രയും ഇടയിൽ അവരൊരിക്കലും ഭഗവാനെ മാറ്റി നിർത്തിയിട്ടില്ല. അപ്പോ ഭഗവാൻ, അതായത് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും, അത് പറയണത് എന്താ വെച്ചാല്, ഈവൻ ഇഫ് വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് കൃഷ്ണ, വി ക്യാൻ സ്റ്റിൽ സ്റ്റാൻഡ് അണ്ടർ കൃഷ്ണ. നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഭഗവാന്റെ ആ ഇതില് എന്താ പറയാ, ആ ഒരു ആശ്രയത്തിൽ നമുക്ക് ഭഗവാന്റെ ഇപ്പൊ ഒരു മരത്തിന്റെ കീഴെ നിൽക്കണ പോലെ, ഇപ്പൊ മരം നമ്മൾ നല്ല മഴയുള്ള സമയത്ത് നമ്മൾ ഒരു മരത്തിന്റെ കീഴെ നിൽക്കുമ്പോൾ നമുക്ക് അത്രയും അധികം മഴ വരില്ല അല്ലെ, നമുക്കൊരു സമാധാനത്തിൽ നിൽക്കാം. അതേപോലെ നിൽക്കാം. എന്തിനാ അങ്ങനെ നിൽക്കണത്? ഭഗവാന്റെ കീഴിൽ നമ്മൾ നിൽക്കുമ്പോൾ ഭഗവാനിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും, സംരക്ഷണം നമുക്ക് കിട്ടും. പിന്നെ ഭഗവാന്റെ ഗൈഡൻസ്, ഭഗവാൻ നമ്മളെ വേണ്ട വിധത്തില് നയിക്കും. ഇപ്പൊ പാണ്ഡവർക്ക് ഇത്രയെല്ലാം ബുദ്ധിമുട്ട് വന്നപ്പോഴും ദ്രൗപദി ആവട്ടെ, യുധിഷ്ഠിരനാവട്ടെ, അർജുനാവട്ടെ, എന്തിനാ കൃഷ്ണ ഞങ്ങളെ ഇതിൽ നിന്ന് രക്ഷിച്ചൂടെ, എന്തിനാ ഞങ്ങളെ കഷ്ടപ്പെടുത്തണേ, അവരൊരിക്കലും അതൊന്നും ചോദിച്ചിട്ടില്ല. കൃഷ്ണ, കുന്തി എന്താ പറയണത്? എത്ര വലിയ ദുഃഖങ്ങൾ തന്നാലും, ഇനിയിപ്പൊ അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കാൻ പോണേ, ഞങ്ങളുടെ കൂടെ ഭഗവാൻ ഉണ്ടാവണം, അത്ര മാത്രമേ കുന്തി പറയണുള്ളൂ. ദുരിതങ്ങൾ ഇല്ലാണ്ടിരുന്നിട്ടില്ല എന്ന് കുന്തിക്ക് അറിയാം, അതിന് മാത്രം കൊടുത്തിട്ടുണ്ടെന്ന് ഭഗവാനും അറിയാം. അതുകൊണ്ടാണ് ഭഗവാൻ അവരുടെ കൂടെ നിന്നത്. ഒരു നിമിഷം പോലും ഭഗവാൻ അവരെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അവര് കഷ്ടപ്പെടുമ്പോഴും, കാരണം അവരുടെ കർമ്മം കൊണ്ട് മാത്രമല്ലല്ലോ അവരൊക്കെ ഭഗവാന്റെ ലീലകൾക്ക് വേണ്ടി വന്നവരാ. പക്ഷെ എന്നാലും
ആ സമയത്ത് അവർ അനുഭവിക്കുന്ന ഓരോ ദുഃഖങ്ങളും ഭഗവാൻ കൂടെ നിൽക്കുകയാണ് അവരുടെ. കാരണം ഭഗവാൻ അറിയാം അവരത്രയും കഷ്ടപ്പെടുന്നത് ഭഗവാൻ അറിയാം. അപ്പൊ ആ അറിവില് ഭഗവാൻ പറയാണ് തസ്യാഹം സുലഭ പാർത്ത, എന്നെ അവർക്ക് എത്ര എളുപ്പത്തിൽ കിട്ടും. എന്നാൽ അശ്രദ്ധദാന പുരുഷ, അതും ഭഗവാൻ പറയുന്നുണ്ട്, ശ്രദ്ധയില്ലാണ്ട് എന്നെ സ്വീകരിക്കുന്നവർക്ക് എന്നെ കിട്ടില്ല. അതും ഭഗവാൻ നമുക്ക് ഭഗവത്ഗീതയിൽ പറയണ്ട. അപ്പൊ ഭാഗവതത്തിൽ കൂടെ നമ്മൾ ഭഗവാന്റെ ഓരോ ലീലകൾ മനസ്സിലാക്കുമ്പോഴും ഭഗവത്ഗീതയിൽ അതിനെ പറ്റിയ തരത്തിൽ ഭഗവാൻ ഓരോന്ന് നമുക്ക് പറഞ്ഞു തരണ്ട്. എങ്ങനെയാണ് എന്നെ കിട്ടണ്ടേ, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്താലാണ് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുക. ഇപ്പോ ഒരു റോട്ടില് കാറ് പോണ്ടാവും. അപ്പൊ കാറിൽ ഇപ്പൊ നമ്മൾക്കറിയാം ഭയങ്കര ട്രാഫിക്, പെട്ടെന്ന് ഒരു ട്രാഫിക് ജാം വന്നു, എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? റോൾസ് റോയ്സ് ആയാലും ശരി, ബെൻസ് ആയാലും BMW ആയാലും മാരുതി ആയാലും അല്ലെ, ഏത് കാറായാലും ആ ട്രാഫിക് ജാമിൽ പെട്ടേ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ ഇരിക്കുന്ന ആൾക്ക് എന്തായിരിക്കും ചെയ്യാ? അയാൾക്ക് ആകെ ചെയ്യാൻ പറ്റിയ എന്താ? ആ ട്രാഫിക് ജാമിൽ നിന്ന് നല്ലൊരു ഡ്രൈവറാണ് കാർ ഓട്ടണമെന്നുണ്ടെങ്കിൽ പതുക്കെ 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 ആ ട്രാഫിക് ജാമിൽ നിന്ന് ഒരു ഓരത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും, ഒരു സൈഡിലേക്ക് നമുക്ക് മാറാൻ പറ്റും. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ആ ദുരിതത്തിലിരുന്ന് അല്ലെങ്കിൽ ആ ട്രാഫിക് ജാമിൽ ഇരുന്നിട്ട് അയാൾ എത്ര വലിയ കാറിൽ ഇരുന്നാലും അയാൾക്ക് അത് അനുഭവിച്ചേ പറ്റൂ. അതേപോലെ തന്നെയാണ് നമ്മുടെ ഓരോ ബദ്ധാത്മാക്കളും. നമ്മളെ ഈ ഒരു ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെതായ പ്രശ്നങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോ ഭഗവാൻ ഇവിടെ എന്താ പറയണത്? അല്ല, പ്രഭുപാദൻ നമുക്ക് ഇവിടെ എന്താ പറയണത്? ഭഗവാൻ അവരെ ഏവരെയും ഏതു പരിതസ്ഥിതിയിലും അവരെ ഏവരെയും സംരക്ഷിച്ചു പോരുന്നു. അപ്പൊ നമ്മളും ഇപ്പോ ട്രാഫിക് ജാമിൽ പറഞ്ഞ പോലെ ആ ഒരു ട്രാഫിക് ജാമിൽ പെട്ടിട്ടുണ്ടെങ്കിലും ഭഗവാന്റെ ആ ട്രാഫിക് ജാം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങള് നമ്മൾ ഭഗവാനിൽ സമർപ്പിച്ചാൽ, ഈ ഭഗവാനെ മാത്രം ആശ്രയിച്ചാൽ ഭഗവാൻ നമ്മളെ അതിൽ നിന്ന് കരകയറ്റും. ഒരു കഥ പറയാം, എല്ലാവരും കേട്ടിട്ടുള്ളത് തന്നെയായിരിക്കും, എന്നാലും ഒരു വലിയൊരു ഭക്തൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഭക്തൻ എപ്പോഴും ഭഗവാനോട് പറയും, ഭഗവാനെ എന്റെ കൂടെ ഭഗവാൻ വേണം. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞാൻ ഉണ്ട് നിന്റെ കൂടെ എന്ന് പറയും. അപ്പൊ ആ ഭക്തൻ പറയാം, അതിപ്പോ എങ്ങനെയാ എനിക്കറിയാം, അങ്ങ് എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലല്ലോ, അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കും. അപ്പൊ ഭഗവാൻ പറയും, നീ നടക്കുമ്പോ നീ ശ്രദ്ധിച്ചാൽ മതി, നിന്റെ കാൽപാദങ്ങളുടെ കൂടെ എന്റെ കാൽപാദങ്ങൾ നിനക്ക് കാണാൻ പറ്റും. അപ്പൊ അവരങ്ങനെ രണ്ടാളും എപ്പോ നോക്കിയാലും ഭഗവാന്റെ കാൽപാദങ്ങൾ ഈ ആൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇരിക്കെ അയാൾക്ക് ഭയങ്കരമായ കഷ്ടങ്ങൾ വന്നു, കഷ്ടങ്ങളും ഭയങ്കര പ്രശ്നങ്ങളും ദുരിതങ്ങളും വന്നു. അപ്പൊ അയാള് ഭഗവാനോട് പറഞ്ഞു, അല്ല, അപ്പൊ അയാൾക്ക് ഭയങ്കര വിഷമായി, കാരണം അയാൾ ആകെ 2 കാൽപാദങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ അയാൾ ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ നല്ല പണിയാ ചെയ്തത് കേട്ടോ, കാരണം എന്നോട് പറഞ്ഞു ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും, എന്നിട്ട് എന്റെ കഷ്ടങ്ങൾ വന്നപ്പോ ഭഗവാൻ എന്റെ കൂടെ നിന്നില്ല അല്ലെ, ഭഗവാൻ എന്റെ അടുത്തുനിന്ന് പോയില്ലേ എന്ന് ചോദിച്ചു. അതെങ്ങനെയാ നിനക്ക് തോന്നിയത് എന്ന് ഭഗവാൻ ചോദിക്കുകയാണ്. അപ്പൊ പറയും, ഞാൻ നടക്കുമ്പോ എന്റെ കൂടെ ഭഗവാന്റെ കാൽപാദങ്ങൾ ഉണ്ടാവും എന്നാണല്ലോ പറഞ്ഞേ, പക്ഷെ ഞാൻ നടന്നപ്പോ എന്റെ കാൽപാദങ്ങൾ മാത്രമേ എനിക്ക് അവിടെ കാണാൻ പറ്റുള്ളൂ, ഭഗവാന്റെ കാൽപാദങ്ങൾ ഞാൻ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പൊ ഭഗവാൻ പറയും, അത് നിന്റെ കാൽപാദങ്ങളായിരുന്നില്ല, എന്റെ കാൽപാദങ്ങളാണ്, ഞാൻ നിന്നെ എടുത്ത് നടക്കുകയായിരുന്നു. അപ്പൊ ഓരോ ദുരിതങ്ങളിലും ഭഗവാൻ ചെയ്യണതൊന്നും നമുക്ക് മനസ്സിലാവണില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കഷ്ടങ്ങളിൽ വരുമ്പോ ഒരിക്കലും ഭഗവാനെ മാറ്റി നിർത്തരുത്. നമ്മളിപ്പോ ഭൗതികമായ പല സുഖങ്ങൾക്കും വേണ്ടി പലതരത്തിലുള്ള, ഇപ്പൊ നമ്മുടെ നല്ല പ്രായത്തിൽ യൗവന കാലത്തിൽ നമുക്ക് സമ്പത്ത് ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും, ബന്ധുക്കൾ ഉണ്ടാവും, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഉണ്ടാവും, പേര്, പ്രശസ്തി, സ്ഥാനമാനങ്ങള്. പക്ഷെ ഓരോരോ ഘട്ടങ്ങൾ കഴിയും തോറും വയസ്സാണ് സമയത്ത് ആരോഗ്യം ഉണ്ടാവില്ല. ആദ്യം പോണത് ആരോഗ്യമാണ്. ആരോഗ്യമുള്ളവരുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല, എന്നാലും ഒരുവിധം ആളുകൾക്കും പ്രശ്നങ്ങളാണ്, അസുഖങ്ങളാണ്. ആ സമയത്ത് സമ്പത്ത്, ഇപ്പോ ജോലി എടുക്കണ പോലെ അല്ല അല്ലെ പെൻഷൻ ആകുമ്പോൾ കുറച്ച് കുറയും, ചിലർക്ക് പെൻഷൻ പോലും ഇല്ലാത്തവരുണ്ട്, അത് വേറെ വിഷയം. അപ്പോ ആ സമ്പത്തും ആരോഗ്യവും ബന്ധുക്കളും, കുറെ പേര് നമ്മുടെ വീട് ഒഴിഞ്ഞു പോയിട്ടുണ്ടാവരും, പിന്നെ കുറെ പേര് നമ്മുടെ ബന്ധുക്കൾ മാറി മാറി താമസിക്കാൻ, മരിച്ചു പോവുക, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോ ആ ഒരു സമയത്ത് നമ്മൾ ഭഗവാനെ, കൃഷ്ണ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലും പറ്റുമോ? ഇല്ല അല്ലെ. നമ്മള് നല്ല പ്രായത്തിലും ഭഗവാനെ ആശ്രയിക്കണം. ഭഗവാൻ ചെയ്യൂട്ടോ, ഭഗവാൻ എപ്പോഴും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, സമോഹം സർവഭൂതേഷു ന ദേഷ്യസ്തി ന പ്രിയ, എനിക്ക് ആരോടും പ്രത്യേകിച്ചൊരു സ്നേഹവും ഇല്ല, ഒരു ദേഷ്യവും ഇല്ല. ഇതൊക്കെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പൊ ഭഗവാൻ എന്താ പറയണത്? എന്നാൽ എന്റെ ഭക്തരോട് എനിക്കൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ എന്തൊക്കെ തന്നെ
നമ്മള് നന്മയിൽ ഇരിക്കുമ്പോഴും നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഇരിക്കുമ്പോഴും ഒരിക്കലും നമ്മളെ ഭഗവാനെ മാറ്റി നിർത്തരുത്. നമ്മളെ ഭഗവാന്റെ കൂടെ അല്ലെങ്കിൽ ഭഗവാന് വേണ്ടിയുള്ള സേവനത്തോടു കൂടെ, അതാണ് കൃഷ്ണാവബോധം. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇതിൽ തന്നെ എത്രയോ എന്താ പറയാ പ്രായമാവാത്ത ആളുകളുണ്ട് അല്ലെ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാൻ. അതാണ് വേണ്ടത്. നമ്മൾ കൃഷ്ണാവബോധം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അതും നമുക്ക് ചെയ്യാം. കേൾക്കുക, അതും നമ്മളൊരു സേവ തന്നെയാണ് അല്ലെ. കേൾക്കുക, പറയുക, ആ പറഞ്ഞത് വായിക്കുക, ഇതൊക്കെ സേവയിൽ പെടുന്നതാണ്. അപ്പൊ വായിച്ചാൽ മാത്രം മതിയോ? നമ്മൾ വായിച്ചാൽ മാത്രം പറ്റില്ല അല്ലെ. നമുക്കത് വേണ്ട വിധത്തിൽ കേൾക്കണം. എന്നാൽ കേട്ടാൽ മാത്രം മതിയോ? കാരണം കേൾക്കുമ്പോഴും നമ്മൾ മുഴുവൻ കേൾക്കണില്ലേ. ഇപ്പൊ ഒരു പേജ് മുഴുവനും നമ്മൾ വായിച്ച് കേൾപ്പിക്കണില്ല. നമ്മൾ അതിലെടുത്തിട്ട് അതിന്റെ കണ്ടന്റ് ആണ് നമ്മളൊക്കെ, അല്ലെങ്കിൽ ആ പറയണതിന്റെ എസെൻസ് എന്താന്നുള്ളത് ജ്യൂസ് രൂപത്തിൽ നമുക്ക് തരിക ചെയ്യണ ഒരു വ്യാസാസനത്തിരിക്കുന്ന ആരായാലും. എന്നാൽ നമ്മള് ഭഗവാന്റെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് വായിക്കും. വായിക്കുമ്പോൾ നമുക്ക് അതിനെ പറ്റി കൂടുതലായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കീർത്തനം, ഭഗവാൻ മറ്റുള്ളവരിലേക്ക് കൊടുക്കുക. അപ്പൊ ശ്രവണം, സ്മരണം, കീർത്തനം. അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്താൽ ഭഗവാന്റെ പ്രിയപ്പെട്ട ആളുകളാവാം. അപ്പോ എല്ലാവർക്കും അതുപോലെ ആവാൻ സാധിക്കില്ല, അതും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാം. പിന്നെ ഭഗവാൻ നമുക്ക് പറയുന്നത് എന്താ? മച്ചിത്ത സർവദുർഗാണി മത് പ്രസാദ തരിഷ്യതി. എത്ര വലിയ ദുരിതങ്ങൾ വന്നാലും എന്നെ ആശ്രയിച്ച അല്ലെങ്കിൽ എന്നെ പറ്റി ചിന്തിക്കുന്നവർക്ക് മത് പ്രസാദ തരിഷ്യതി, അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അപ്പോ ഭഗവാൻ എന്താ പറയണതെന്ന് വെച്ചാൽ, ഞാൻ പറയണതിനെ അനുസരിക്കാതെ, അത് അനുസരിക്കാതെ എന്ന് വെച്ചാൽ ചപല സുഖം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ചപല സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും നമ്മൾക്കിപ്പോ ഒരു ക്ലാസ് കേൾക്കാൻ പലർക്കും സമയം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരു TV കാണാനോ അല്ലെങ്കിൽ ഒരു സിനിമ കാണാനോ ഒക്കെ നമുക്ക് സമയം ഉണ്ടാവും. ആ സമയം, ആ ചെറിയൊരു സമയം നമ്മൾ മാറ്റി വെച്ചിട്ട് ഭഗവാന്റെ ക്ലാസ്സുകൾ കേൾക്കുക, അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് പറയാനായിട്ട് പറ്റുക. ഒന്നുമില്ലെങ്കിലും ഒരു മാല ജപിക്കാലോ, 2 മാല ജപിക്കാലോ നമുക്ക്. അങ്ങനെ നമ്മൾ പരിശീലിച്ചാൽ നമുക്ക് പല ദുഃഖങ്ങളിൽ നിന്നും മാറാനായിട്ട് സാധിക്കും. അപ്പൊ ചീത്ത സമയങ്ങൾ നമ്മളിൽ വരില്ലേ? ഉണ്ട്. എല്ലാ ഭക്തന്മാരിലും എല്ലാം നല്ലതും ചീത്തയും. അതിനാണ് ഭഗവാൻ പാണ്ഡവരെ കുറിച്ച് നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. പാണ്ഡവർക്ക് ഇത്രയും പ്രത്യേകത അതുകൊണ്ടാണ്. ഒരിക്കലും ഇത് പറഞ്ഞിട്ടുള്ളതാണ്. യുധിഷ്ഠിര മഹാരാജാവ് നാരദ മഹർഷിയോട് പറയുന്നുണ്ട്, പ്രഹ്ലാദൻ എത്രയോ വലിയ ഭക്തനാണ്, പ്രഹ്ലാദന് ഭഗവാനെ നേരിട്ട് കാണാൻ സാധിക്കും എന്ന് പറയുമ്പോൾ നാരദ മഹർഷി എന്താ പറയണത്? നിങ്ങളെ പോലെ ഭക്തന്മാർ ആരുണ്ട്? നിങ്ങളെ പോലെ ഭക്തന്മാരെന്നല്ല പറഞ്ഞത്, നിങ്ങളെ പോലെ സൗഭാഗ്യം ചെയ്തവരാരുണ്ട്? ഭാഗ്യം ചെയ്തവരാരുമില്ല. കാരണം നിങ്ങളുടെ കൂടെ ഭഗവാനില്ലേ എപ്പോഴും, എല്ലാ ദുരിതങ്ങളിലും കഷ്ടങ്ങളിലും നിങ്ങളുടെ കൂടെ ഭഗവാനുണ്ട്. അപ്പൊ ആരാണ് ഏറ്റവും വലിയ ഭക്തന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓരോ വിധത്തിലാണ്. പ്രഹ്ലാദ് മഹാരാജാവിനെ പോലെ അല്ല ധ്രുവ മഹാരാജാവിന്റെ, എന്നാലും ഒരു ഭക്തനാണ്. ഇത് നമ്മള് ദ്വാരകയില് പോയപ്പോ അതേപോലെ തന്നെയാണ് പൃഥു മഹാരാജാവ്. അപ്പൊ ഓരോരോ ഭക്തന്മാരുടെ കഥകളും നമ്മൾ ഭാഗവതത്തിൽ കൂടെ, കുന്തി മഹാറാണി, ഓരോ ഭക്തന്മാരുടെ കഥകളും നമ്മൾ ഭാഗവതത്തിൽ കൂടെ കേൾക്കുന്നത് എന്തിനാണ്? അവരെ അനുഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളിലും അവരെങ്ങനെ ഫേസ് ചെയ്തു അതിനെ. അപ്പോ അതെല്ലാം നോക്കുമ്പോ ഇപ്പോ ഗാന്ധാരി ഉണ്ടായിരുന്നു. ഗാന്ധാരി എന്തിനാ ഭഗവാനെ ശപിച്ചത്? തെറ്റല്ലേ ഗാന്ധാരി ചെയ്തത്? പക്ഷെ ഗാന്ധാരിക്ക് ആ സമയത്ത് ഭഗവാനെ ശപിക്കാനുള്ള ഒരു കാരണം, ഭഗവാൻ അറിയാം അത്രയും നല്ലൊരു സാധ്വിയാണ് അവര്, പതിവ്രതയാണ് അവരത്രയും ശ്രദ്ധാലുവാണ്, ധർമ്മത്തിന് നിഷ്ഠയുള്ളവരാണ്. അതുകൊണ്ടാണല്ലോ ദുര്യോധനൻ വന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോ അവര് ധർമ്മം ജയിക്കട്ടെ, എവിടെയാണോ സത്യമുള്ളത് അത് ജയിക്കട്ടെ എന്ന് അവർക്ക് പറയാൻ പറ്റിയത്. കാരണം അവർ അത്രയും വലിയൊരു ധർമ്മിഷ്ഠയാണ്. അങ്ങനെയുള്ള ആ ഇവര് പോലും കൃഷ്ണനെ കുറ്റം പറഞ്ഞു. എന്നാൽ ശരിയായ സമയത്ത് അവര് ഭഗവാനിൽ ചേർന്ന് നിന്നിട്ട് ഭഗവാനോട് കൂടെ നിന്ന് മക്കളെ പരിശീലിപ്പിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു അവസ്ഥ വരില്ലായിരുന്നു. കുന്തി അതാ ചെയ്തത്. കുന്തി ഓരോ സമയത്തും ഭഗവാനെ കൂടെ നിർത്തിയിട്ടാണ് മക്കളും ഓരോരുത്തരും ചെയ്തത് കൊണ്ടാണ് അവർക്ക് ഒരിക്കലും ഒരു തരത്തിലുള്ള ദുരിതങ്ങൾക്കും ഇടവരാണ്ടിരുന്നത്. അപ്പൊ ഇവിടെ ഉത്തര ആരാണ്? ഭഗവാന്റെ പ്രിയപ്പെട്ട സഖാവാണ് അർജുനൻ. അർജുനന്റെ പുത്രനായ അഭിമന്യുവിന്റെ ഭാര്യയാണ് ഉത്തര. അപ്പൊ ഉത്തരയ്ക്ക് അഭിമന്യു മരിക്കുന്നത് വളരെ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞു. നമ്മള് അതായത് യുദ്ധത്തിന്റെ നടുവില് വളരെ ഭീകരമായിട്ടാണ് അഭിമന്യുവിനെ അവര് കൊല്ലണത്.
അപ്പൊ ആ അഭിമന്യുവിന്റെ പുത്രനായിട്ടുള്ള പരീക്ഷിത്ത് മഹാരാജാവ്, ഇത് പരീക്ഷിത്ത് മഹാരാജാവ് നമ്മൾക്കറിയാം. പരീക്ഷിത്ത് മഹാരാജാവ് ഉണ്ടായതുകൊണ്ട് ഭഗവാൻ പരീക്ഷിത്ത് മഹാരാജാവിൽ കൂടിയാണ് നമുക്ക് ഈ ഭാഗവതം തന്നത്. അപ്പൊ വ്യാസ മഹർഷി, ഇപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, വ്യാസ മഹർഷിക്ക് അറിയാം ഭഗവാൻ ആരാണെന്ന്. അതുകൊണ്ട് ഭഗവാനെ അവര് എന്താ പറയാ, ബഹുമാനിച്ചു. അപ്പൊ ഭഗവാൻ തിരിച്ചും ബഹുമാനിച്ചു എന്നൊരു വാക്ക് പറയുന്നു. ഭഗവാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഭഗവാൻ പറയുന്നുണ്ട്, നമാ കർമാണി ലിംബന്തി, എനിക്ക് ഒരു തരത്തിലുള്ള കർമ്മങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാൽ ഞാൻ അത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതാണ്. എന്തിനാണ്? മറ്റുള്ളവരത് മനസ്സിലാക്കാൻ. ഇവിടെ അതേപോലെ തന്നെ ഭഗവാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും ഭഗവാൻ എല്ലാവരുടെയും കൂടെ നിന്ന് നമുക്കത് പറഞ്ഞു തരികയാണ്. അപ്പൊ ഇവിടെ ഉത്തര എന്താ ചെയ്യുന്നത്? ഭയവിഹ്വലയായി, ഉത്തര ഭയവിഹ്വലയായി ഭഗവാന്റെ നേരെ, തന്റെ നേരെ എന്ന് പറയുന്നത് ഭഗവാന്റെ നേരെ ത്വരിതഗതിയിൽ വരുന്നതാണ് കാണുന്നത്. അപ്പൊ പിന്നെ ഭഗവാൻ അപ്പൊ ഓടിപ്പോവാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവിടെ വേറൊരു തരത്തിൽ പറഞ്ഞ ഉത്തര ഭയങ്കര ഭാഗ്യം ചെയ്തതാണല്ലേ. കാരണം ഉത്തര ഒരു അമ്മയുടെ സ്ഥാനം കൂടെ വന്നു. ഭഗവാൻ ഉത്തരയുടെ ഗർഭപാത്രത്തിൽ കയറിയിട്ടാണല്ലോ രക്ഷിക്കണയാണല്ലോ പരീക്ഷിത്തിനെ. അപ്പോ ആ ഉത്തരയ്ക്ക് ആശ്രയം ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് ഉത്തരയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ഭഗവാന്റെ അടുത്തേക്ക് ഓടി വരുന്നത്. അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് ഓടി വരുമ്പോ ഭഗവാൻ പറയണു, ഞാൻ ഏത് പരിതസ്ഥിതിയിലും അവരെ സംരക്ഷിക്കും. അപ്പൊ ഭഗവാൻ ഏത് പരിതസ്ഥിതിയിലും സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ, ഈ ഒരു മഹായുദ്ധം നടന്നപ്പോ ഭഗവാൻ ഇവരെ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് പാഞ്ചാലിയെ നേരത്തെ സംരക്ഷിച്ചില്ല? എന്തുകൊണ്ട് ചൂതുകളിയിലെ ഭഗവാൻ അവരെ രക്ഷിച്ചില്ല? കാരണം അപ്പോൾ അവര് ഭഗവാനെ ആശ്രയിച്ചിട്ടില്ല, അല്ലെ? ചൂതുകളിയുടെ സമയത്ത് യുധിഷ്ഠിരൻ മനസ്സിൽ ആഗ്രഹിച്ചത് എന്താ? ഭഗവാൻ ഇവിടേക്കൊന്നും വരരുതേന്ന്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഭഗവാനെ ആശ്രയിച്ചാലും ഭഗവാനെ ആശ്രയിക്കാണ്ടിരുന്നാലും എന്താണ് സംഭവിക്കുക. അത് പാണ്ഡവരിൽ കൂടെ നമുക്ക് പറഞ്ഞു തരാണ്. ഭഗവാനെ ആശ്രയിച്ചാൽ ഭഗവാൻ അവിടെ ഏത് പരിതസ്ഥിതിയിലും നമ്മളെ രക്ഷിക്കും. എന്നാൽ ഭഗവാനെ ആശ്രയിക്കാണ്ട് എനിക്കെല്ലാം അറിയാം, ഞാനെല്ലാം പഠിച്ചിട്ടുള്ള ആളാണ്, എനിക്കിതെല്ലാം പറയാനായിട്ടും അല്ലെങ്കിൽ ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ ചിന്തിച്ച് നമ്മളായിട്ട് ഈ ശരീരബോധത്തിൽ കൂടെ, നമ്മുടെ അഹംഭാവത്തിൽ കൂടെ നമ്മൾ ചെയ്തു വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന എല്ലാ കഷ്ടങ്ങളും നമ്മള് അനുഭവിക്കാനും ബാധ്യസ്ഥരാണ്. എന്നാൽ ഭഗവാനെ ആശ്രയിച്ചിട്ട് നമുക്കൊരു ദുരിതം വരില്ലേ എന്ന് വെച്ചാൽ, ആ ദുരിതങ്ങൾ വരുമ്പോഴും നമുക്ക് ഭഗവാനെ അത് ഫേസ് ചെയ്യാനുള്ള ഒരു അനുഗ്രഹം കൂടെ തരും. എങ്ങനെയാണ് നമ്മൾക്ക് അതിനെ മറികടന്ന് പോകേണ്ടത്? അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു ട്രാഫിക് ജാമിൽ പെട്ടപ്പോ നേരത്തെ പറഞ്ഞ പോലെ ആ ട്രാഫിക് ജാമിൽ ഇരുന്നിട്ട്, ഓ കൃഷ്ണ എന്താ ചെയ്യാ, കൃഷ്ണ എന്നും കൂടെ പറയില്ല അല്ലെ, ശുശു എന്താ ഇനിയിപ്പോ ചെയ്യാ, എന്തോ ഒരു ചൂടാണ്, ഇതിനൊന്നും പുറത്തിറങ്ങാൻ പറ്റണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ ശപിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ എന്താവും? നമുക്ക് തന്നെ അതിന്റെ ക്ഷീണം, നമുക്ക് തന്നെ അതിന്റെ പ്രശ്നങ്ങള്. കാരണം നമുക്ക് ഒരു തരത്തിലും അതിൽ നിന്ന് കയറാൻ പറ്റില്ല എന്ന് അറിഞ്ഞിട്ടും നമ്മൾ കിടന്ന് ഇങ്ങനെ എണ്ണിപ്പറക്കിക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മൾക്ക് ഇതിലും ഭഗവാൻ എന്തെങ്കിലും നന്മ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഭഗവാന്റെ ഇച്ഛ എന്തെങ്കിലും, ഇപ്പൊ അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് എത്തേണ്ടതാണെന്ന് വെക്കുന്നു, ആ സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ സ്ഥലത്ത് ആ സമയത്ത് നമ്മൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ഓർഡർ ആയിരിക്കും നഷ്ടപ്പെടുക. അങ്ങനെയാണെങ്കിൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭക്തന് എന്താ തോന്നുക? അതൊരു പക്ഷെ എനിക്കുള്ളതല്ലായിരിക്കാം, അല്ലെങ്കിൽ അത് കിട്ടിയാൽ അതിന് വേറെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ഭഗവാൻ എന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടേക്കണേ. അങ്ങനെ ചിന്തിക്കാനുള്ള മനസ്സുണ്ടാവും. അല്ലാത്തവർക്ക് അതുണ്ടാവില്ല, അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഭഗവാൻ എന്താ പറയണത്? ഇപ്പൊ ഭഗവാൻ, ഇപ്പൊ നമുക്കൊരു ഉദാഹരണം കൂടെ പറയാം. ഇപ്പൊ ഒരു ആൾക്ക് അസുഖം വന്നു കഴിയുമ്പോ ചിലപ്പോ പറയും ഇങ്ങനെ കയ്പുള്ള മരുന്നായിരിക്കും, അത് കഴിക്കാൻ പറയും. പക്ഷെ അയാൾ അത് കഴിക്കാൻ കൂട്ടാക്കാണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യും? ആ മരുന്ന് കഴിക്കാണ്ട് പോകും. അങ്ങനെ പോയി അയാളുടെ അസുഖം അങ്ങോട്ട് കൂടുതലായി കഴിഞ്ഞാൽ അതിലും ഡോസുള്ള മരുന്ന് കഴിക്കേണ്ടത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. നമ്മളിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും ഉള്ളപ്പോൾ നമ്മൾക്ക് ഭഗവാനെ വിളിക്കാൻ തോന്നില്ല. കാരണം ഇതൊക്കെ സ്വാഭാവികല്ലേ. ഞാൻ ഇപ്പൊ ഭയങ്കര പഠിപ്പ് കൂടുന്തോറും ഭഗവാൻ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരാണ് അധികം. കാരണം എന്താ വെച്ചാൽ, ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഡിഗ്രി സമ്പാദിച്ച് എനിക്കൊരു ജോലി കിട്ടി, അതിൽ ഭഗവാൻ എന്താ പങ്കുള്ളത്? ഭഗവാനാണ് എനിക്ക് ജോലി തന്നത്. അങ്ങനെയാണ് ഞാൻ സ്ഥിരീകരിച്ച് ചോദിക്കുക അല്ലെ. ഞാൻ എന്റെ കഷ്ടപ്പാട്, എന്തോരം കഷ്ടപ്പെട്ടിട്ടാ ഞാൻ ഒരു PhD എടുത്തതെന്നറിയോ? എത്രത്തോളം ഞാൻ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തതെന്നറിയോ? പിന്നെ ഇവിടെ ഭഗവാൻ എന്ത് ചെയ്തു എന്നാ പറയണേ എന്നാണ് പലരും ചോദിക്കുക. അപ്പോ അവർക്ക് മനസ്സിലാക്കാൻ ഭഗവാൻ എന്ത് ചെയ്യും? അതിൻ്റെതായ സന്ദർഭങ്ങൾ വരുമ്പോ അവര് പറയും, ഓ കൃഷ്ണ,
അത് ശരിയാണ്, എന്റെ കൃഷ്ണനാണ് എന്റെ എല്ലാം, അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു മനസ്സ് അവർക്ക് കൊടുക്കും. അപ്പൊ അതുകൊണ്ട് പറയണു, ഭഗവാനെ പൂർണ്ണമായും അഭയം പ്രാപിക്കുന്നവരെ അദ്ദേഹം സവിശേഷ പരിഗണനയോടെ സംരക്ഷിക്കും. പൂർണ്ണമായും, അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മള് എന്താ പറയാ, ഇപ്പുറത്തെ 2 വഞ്ചിയിൽ കാല് വെക്കാന്ന് പറയുമല്ലോ. ഇപ്പുറത്തെ വഞ്ചിയിലും വയ്ക്കും കാല്, അപ്പുറത്തെ വഞ്ചിയിലും വയ്ക്കും. ഏത് വഞ്ചിയാണോ ആദ്യം പോണേ അങ്ങോട്ട് ചാടിക്കിടക്കാം, അല്ലെങ്കിൽ ഏത് വഞ്ചിയാണോ നല്ലത് അതിൽ പോവാം എന്ന് ചിന്തിക്കും. അപ്പൊ എന്താ ഉണ്ടാവുക, നമ്മളറിയില്ല ഏത് വഞ്ചിയാണ്. ഇപ്പോ ഒരു ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്, അതായത് ഒരു വഞ്ചി ഒരു ഇതിൽ ഇട്ടേക്കായിരുന്നു. അപ്പൊ എല്ലാവരും ഒരു വഞ്ചിയിൽ രാത്രിയില് എല്ലാവരും കയറിയിരുന്നു, കാരണം അവർക്ക് അക്കരെ എത്തണം. പക്ഷെ അവര് എത്തിന്ന് പറഞ്ഞോണ്ട് അവരിയ്ക്കുകയാണ്, തുഴഞ്ഞോണ്ടിരിക്കുക. രാവിലെ നോക്കുമ്പോഴാണ് കാണുന്നത് ആ വഞ്ചി അവിടെ കെട്ടിയിട്ടേക്കായിരുന്നു. അപ്പൊ അതേപോലെയാണ് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നമ്മള് ആ തുഴയിലെ ആ തോണിക്കാരൻ, ശരിയായിട്ടുള്ള നമ്മുടെ ഗുരു, അല്ലെ ആ ഗുരു പരമ്പരയിൽ നമ്മൾ വന്നാൽ മാത്രമേ നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. കാരണം ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണ് ഗുരു, പക്ഷെ ഗുരു ഭഗവാനല്ല. ഭഗവാനിലേക്ക് എത്തിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ എല്ലാ ദുരിതങ്ങളിൽ നിന്നും. ഇപ്പോ നമ്മളിപ്പോ ഒരു ഭക്ഷണം ഇല്ലാണ്ട് ഒരാൾ വന്നു, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണിച്ച ഒരാൾ വന്നു എന്നുണ്ടെങ്കിൽ ആ ആൾക്ക് നമ്മൾ ഒരു ദിവസം ഭക്ഷണം കൊടുക്കാം, അല്ലെങ്കിൽ 2 ദിവസം ഭക്ഷണം കൊടുക്കാം. പക്ഷെ സ്ഥിരം നമ്മൾ ഭക്ഷണം കൊടുത്താൽ അയാൾ എന്താവും, അയാൾ മടിയനാവും. അയാൾക്ക് തോന്നും, ഓ ഇവിടെ വന്ന എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാമല്ലോ, പിന്നെ ഞാൻ ഇതിനെ പണിക്ക് പോണേ. അപ്പൊ നമ്മൾ അയാളുടെ ചെയ്യണത് എന്താ, ദ്രോഹമാണ് അല്ലെ. കാരണം അയാളെ നമ്മൾ മടിയനാക്കുക ചെയ്യണം. നേരെ മറിച്ച് ഈ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായ ഭഗവാന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്താലോ, പക്ഷെ അത് കേൾക്കാനായിട്ട് ആരും വരില്ല. അപ്പൊ തന്നെ അയാൾക്ക് ചോറും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പോകും. കാരണം അത്രയും ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർക്ക് മാത്രമേ ഭഗവാനെ കുറിച്ച് കേൾക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയാനോ സാധിക്കുള്ളൂ. അങ്ങനെയുള്ളവരാണ് പാണ്ഡവര്. അതുകൊണ്ടാണ് ഉത്തരയ്ക്ക് വേറെ ആരെയും ഉത്തര ആശ്രയിച്ചിട്ടില്ല. ഒരു എന്താണ് പറയാ, അവിടെ 5 പഞ്ചപാണ്ഡവന്മാരുണ്ട്, അവരെ ആരെയും ഉത്തര ആശ്രയിക്കുന്നില്ല. അർജുനനുണ്ട് അല്ലെ, സ്വന്തം ഇതാണ് അമ്മായി ഭർത്താവിന്റെ അച്ഛനാണ്. അപ്പൊ അർജുനനാണ് ഏറ്റവും വലിയ യോദ്ധാവെന്നും ഉത്തരയ്ക്കറിയാം. എന്നാ അർജുനനെ ആശ്രയിച്ചാൽ പോരായിരുന്നോ, അച്ഛാ എനിക്കിങ്ങനെ പറ്റണില്ല, എന്റെ രക്ഷിക്കണേ. കാരണം അർജുനനാണല്ലോ അശ്വത്ഥാമാവിനെ പിടിച്ചത്. പക്ഷെ അർജുനനെ അല്ലല്ലോ ആശ്രയിച്ചത് ഉത്തര. ഇതൊക്കെ നമ്മള് ആലോചിക്കണം. അപ്പൊ കാരണം ഉത്തരയ്ക്കും ആരെയും ആശ്രയിച്ചാൽ നടക്കില്ല. ഭഗവാനെ ആശ്രയിക്കാണ്ട് നമുക്ക് യാതൊന്നും തന്നെ ഈ ലോകത്ത് നടത്താൻ നമുക്ക് സാധിക്കില്ല. അപ്പോ അതുകൊണ്ട് ഭഗവാനെ ആശ്രയിച്ച് മുന്നേറുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാവരും ഭഗവാനെ ആശ്രയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തുന്നു. ഹരേ കൃഷ്ണ. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കാരണം ചെറിയൊരു ശ്ലോകമാണ്, പക്ഷെ ചെറിയൊരു പർപ്പറ്ററാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നല്ല ഇൻഫർമേഷൻ ആയിരുന്നു. ട്രാഫിക് ജാമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ. നല്ല ചെറുതായാലും മാതാജി അതിനെ നല്ലോണം ഒരു ട്രാഫിക് ജാമിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ എടുക്കാനുള്ള നല്ലൊരു പോയിന്റ് എല്ലാം പറഞ്ഞു തന്നു. അത് തന്നെയാണ്. സോ യുവർ നല്ലൊരു ബ്യൂട്ടിഫുൾ. അതിന്റെ ഉള്ളിൽ നിന്ന് വരാൻ എല്ലാവർക്കും നമുക്ക് ഈ ട്രാഫിക് ജാമിന്റെ ഉള്ളിൽ റോൾസ് റോയ്സ് വണ്ടിയുടെ ഉള്ളിൽ നിന്നാണ് ഇരിക്കണത്. നമുക്ക് വിചാരിക്കണേ നമ്മളെല്ലാവരുടെയും വിചാരം ഇതാണ്, നമ്മൾ നല്ല സിറ്റുവേഷനിലാണെന്നാണ് വിചാരിക്കണത്. പക്ഷെ ആർക്കും അറിയണില്ല നമ്മളെ സിറ്റുവേഷൻ ഏത് സമയത്താ പോവാ, അത് ആർക്കും അറിയില്ല. അതാണ് മാതാജി പറഞ്ഞത്. ട്രാഫിക് ജാമിന്റെ ഉള്ളിൽ നിന്ന് വരാൻ വേണ്ടി മാരുതി വണ്ടി ആയാലും നല്ലോണം ഓടിക്കുന്ന ഡ്രൈവർ ആയിരിക്കണം. അപ്പൊ ആള് പതുക്കെ ഇതിന്റെ ഉള്ളിൽ നിന്ന് നമ്മളെല്ലാരും പുറത്തേക്ക് കൊണ്ടുവരും. അപ്പൊ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ റിയലൈസേഷൻ മാതാജി. താങ്ക് യു. ബ്യൂട്ടിഫുൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. പ്രണാം. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അറിവുകൾ കിട്ടുന്നുണ്ട് മാതാജിയുടെ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. പ്രണാം. ഹരേ കൃഷ്ണ. മാതാജി. നല്ല ക്ലാസ്. ഹരേ കൃഷ്ണ മാതാജി. ക്ലാസ് ആശീർഷൽ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ്സായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഒരു കാര്യം ചോദിക്കട്ടെ,
നമ്മുടെ ഗാന്ധാരിക്ക് ഇത്രയും പ്രശ്നങ്ങൾ അതെന്തുകൊണ്ടായിരിക്കും ഒരു മോനെ പോലെ അവർക്ക് നല്ലത് കൊടുക്കാതിരുന്നത്? ഞാൻ എന്നും ചിന്തിക്കണ ഒരു കാര്യമാണ് മാതാജി അത്. 101 മക്കളെ കൊടുത്തു, പക്ഷെ ഒരാളെ പോലും ഭഗവാൻ നല്ലതായിട്ട് ഒരെണ്ണത്തിനെ പോലും കൊടുത്തില്ല. ആ പുത്രദുഃഖം അവർക്ക് എപ്പോഴും ഉണ്ട് അല്ലേ? മാതാജി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിക്കും ഒരു അമ്മയുടേതായ ഒരു ഇതും അവർക്ക് കിട്ടിയില്ല. ഹസ്ബൻഡിന്റെ ഭാഗത്തൊന്നും ഇല്ല അവർക്ക്. ഹസ്ബൻഡിന്റെ ഒന്നാമതേ ഇതാണ്. അപ്പൊ ഞാൻ ഇപ്പം ചിന്തിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ടായിരിക്കും ഭഗവാൻ അതെല്ലാം ഇങ്ങനെ കൊടുത്തിരിക്കുന്നേന്ന് ഞാൻ അതെന്തെങ്കിലും ഇതില് ഉള്ളത് മാതാജിക്ക് അറിയോ? ഞാൻ ഭാഗവതം വായിച്ചിട്ടില്ല. എന്റെ അറിവ് ഞാൻ പറയുന്നത്, എനിക്ക് അത്രയും അറിയില്ല മാതാജി. എന്നാൽ എന്റെ ഒരു റിയലൈസേഷൻ എന്താന്ന് വെച്ചാൽ, ഇവിടെ ഗാന്ധാരിയുടെ പ്രശ്നത്തിനാലല്ലോ വരുന്നത്. അതായത് യുധിഷ്ഠിരൻ എത്രയോ ജന്മങ്ങൾക്ക് മുമ്പ് കുറെ കിളികളെ കൊന്നിട്ടുണ്ടെന്നാണ് പറയണത്. അതായത് ഒരു കൂട്ടിലിരുന്ന കുറെ ഏതോ ഒരു കിളി പറന്നുപോയി എന്ന് പറഞ്ഞ് അതിന്റെ ഉള്ളിലുള്ള ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളെ എല്ലാത്തിനെയും കൊന്നു അത്രേ. അതൊരു 100 കുട്ടികളോളം ഉണ്ടായിരുന്നു. അപ്പൊ ആ പുണ്യം സമ്പാദിച്ചിട്ടാണ് ധൃതരാഷ്ട്രായി വന്നപ്പോ ഇത്രയും കുട്ടികൾ ഉണ്ടായത്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ ആ ഭർത്താവിന്റെ ദുരിതങ്ങൾ ഭാര്യയ്ക്കും, നന്മ ചെയ്താലും ഭാര്യയ്ക്ക് കിട്ടും, പക്ഷെ തിന്മ ചെയ്താൽ ഭാര്യയ്ക്ക് കിട്ടുന്നതായിട്ട് പറയണില്ലെങ്കിലും അതിന്റെ ഒരു ഭാഗമാണല്ലോ ഗാന്ധാരി. പക്ഷെ ഗാന്ധാരി ചെയ്ത ഒരു തെറ്റെന്ന് വെച്ചത് ഗാന്ധാരിയുടെ കണ്ണ് മൂടിക്കെട്ടി. ഇപ്പൊ മക്കള് നമ്മൾ ഇതിനു മുമ്പിലത്തെ ക്ലാസ്സിലും കേട്ടിട്ടുണ്ട്. അതായത് ഹരേ കൃഷ്ണ മാതാജി അല്ലെ? അപ്പൊ മക്കള് നമ്മള് ശരിയായ വിധത്തിൽ, ഇപ്പോഴത്തെ കുട്ടികളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോ അമ്മയും അച്ഛനും ജോലിക്ക് പോകണ്ട, നിസാര ഒരു കാര്യം പറയാം, അച്ഛനും അമ്മയും ജോലിക്ക് പോകണം, വീട്ടിലാണെങ്കിൽ ആരുമില്ല കുട്ടികളെ നോക്കാൻ. അതുകൊണ്ട് എന്താ ഉണ്ടാവണേ? കുട്ടികൾ വന്നിട്ട് ഇന്റർനെറ്റ് ഉണ്ട്, അവര് വേണ്ടാത്ത സ്ഥലങ്ങളിലേക്ക് പോയി ഓരോന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഓരോന്ന് തെറ്റുകൾ ചെയ്യണം. നേരെ മറിച്ച് അമ്മുമ്മയും മുത്തച്ഛനും, നിസാരം ഒരു ഇതാണ്, എല്ലായിടത്തും ഉണ്ടോന്ന് എനിക്കറിയില്ല, ഉള്ളൊരു വീട്ടിലാണ് ആ അമ്മുമ്മയും മുത്തച്ഛനും പറഞ്ഞനുസരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവര് അവിടെ അധികം പ്രശ്നങ്ങളിൽ പെടണില്ല. കാരണം അവർക്ക് ചെയ്യാൻ ഒരാൾ അവരുടെ കൂടെ ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്നത് ആരാ? ശകുനിക്ക് ഈ കല്യാണം ആലോചിച്ച സമയത്ത് തന്നെ ഇതിനോട് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. കാരണം ശകുനിയെ ആരാണ് അവരുടെ അച്ഛനെ എല്ലാം ഒരു ജയിലിലിട്ടിട്ട്, അത് അത്ര ഓർമ്മ വരുന്നില്ല, വളരെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ശകുനി ഒരു ശപഥം എടുത്തിട്ടുണ്ട് ഈ കുടുംബം നശിപ്പിക്കുന്നുള്ളത്. അതും ഇല്ലാണ്ട് കണ്ണ് കാണാത്ത ധൃതരാഷ്ട്രർ, കാരണം ധൃതരാഷ്ട്രർക്ക് അപ്പൊ രാജാവാൻ പറ്റില്ലല്ലോ, ആ ധൃതരാഷ്ട്രരെ കൊണ്ട് ഗാന്ധാരിയെ കല്യാണം കഴിപ്പിച്ചു. ആ വൈരാഗ്യത്തിനാണ്, ശരിക്കും അറിയാം ശകുനിയാണ് ദുര്യോധനനെ നയിച്ചത്. അപ്പൊ നമ്മൾ നയിക്കണ, അല്ലെങ്കിൽ നമ്മുടെ ഭഗവാൻ എപ്പോഴും പറയുമല്ലോ അസംഗത്യാഗമാണ് ഏറ്റവും വലുത്. സംഘത്തിൽ നമ്മൾ ഭഗവാന്റെ സത്സംഗത്തിൽ ഇരിക്കണം. നല്ല ആളുകളുടെ കൂടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് നല്ലത് കിട്ടുള്ളൂ. ഇവിടെ ഉണ്ടായത് അതാണ്. നമ്മൾ ഗാന്ധാരി മാത്രമായിട്ട് എടുക്കണ്ട. കാരണം ഇവിടുത്തെ ആ ചുറ്റുപാടില് ദുര്യോധനന് കിട്ടിയുള്ള ഉപദേശം മുഴുവനും തെറ്റായ ഉപദേശങ്ങളാണ്, പാണ്ഡവർക്ക് എതിരായിട്ടുള്ള ഉപദേശങ്ങളാണ് കിട്ടിയത്. അപ്പോൾ ദുര്യോധനൻ ഈ പറഞ്ഞ പോലെ അധികാരമോഹം ഉണ്ടായിരുന്നു. ദുര്യോധന്റെ കുറ്റമല്ല, അത് ധൃതരാഷ്ട്രർക്ക് ഉണ്ടായിരുന്ന അധികാരമോഹം. ആ സമയത്തൊക്കെ ഗാന്ധാരി തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഗാന്ധാരി ചെയ്തത് തെറ്റെന്താന്ന് വെച്ചാൽ, ഗാന്ധാരി ഇപ്പൊ ഭർത്താവിന് സുഖം ഇല്ലെങ്കിൽ ആ സ്ഥാനത്ത് ഭാര്യ ആ കുടുംബത്തിനെ നയിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വത്തിന് പകരം ഗാന്ധാരി എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയല്ലേ ചെയ്തത്. അപ്പോഴല്ലേ ഇവര് മറ്റുള്ളവരുടെ ശിക്ഷണത്തിൽ പോകേണ്ട വന്നത് എന്നാണ് എൻ്റെ ഒരു റിയലൈസേഷൻ. ഇനിയിപ്പോ ഇവിടെയുള്ള പ്രഭുക്കന്മാരാരെങ്കിലും പറഞ്ഞു തരാണെങ്കിൽ നല്ലതാണ്. ഹരേ കൃഷ്ണ. അതല്ല മാതാജി, എനിക്കറിയില്ല, ഞാൻ ഭാഗവതം വായിച്ചിട്ടില്ല മാതാജി. ഞാൻ തിരിച്ച് അവിടുന്ന് ഒരേ ക്ലാസ്സുകൾ കേൾക്കണതാ. അപ്പൊ അത് കേൾക്കുമ്പോ എനിക്ക് അറിയാത്തോണ്ട് ഞാൻ ചോദിച്ചതാട്ടാ മാതാജി. അല്ല, ഞാൻ എൻ്റെ ഒരു അറിവെല്ലാം എത്ര ലിമിറ്റഡ് ആയിട്ടുള്ളത് പറഞ്ഞു. നമ്മുടെ നല്ല നല്ല പ്രഭുക്കന്മാർ ഇഷ്ടം പോലെ ഉണ്ട് അറിവുള്ളവർ. അപ്പൊ നമുക്ക് ഇന്നലത്തെ ക്ലാസ്സിൽ അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ട്, ഈ ശരിക്കും പറഞ്ഞാൽ ഈ യുധിഷ്ഠിരനൊക്കെ നല്ലൊരു ഭരണകർത്താവായിരിക്കാം, പക്ഷെ അതിനൊരു പ്രോട്ടോകോൾ ഉണ്ടാവില്ലേ മാതാജി? ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മുടെ മതത്തിലൊക്കെ നല്ല രസമായിട്ട് എങ്ങനെ രാജ്യം ഭരിക്കേണ്ടതെന്ന് ഉണ്ടാവില്ലേ? അതിനൊരു പ്രോട്ടോകോൾ കാണില്ലേ? അപ്പൊ അതനുസരിച്ച് കലിയുഗത്തില് ശൂദ്രന്മാരായിരിക്കും അധികം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മാതാജി. കലിയുഗത്തില് തുടക്കത്തിൽ തന്നെ ശൂദ്രന് തന്നെ കലി എങ്ങനെയാണ് നല്ല പളപളാന്നുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു ശൂദ്രനായിട്ട് ഉള്ള ആള് ആവശ്യത്തിൽ കൂടുതൽ ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര ഹരേ കൃഷ്ണ കേക്കണ്ട?
ഹരേ കൃഷ്ണ മാതാജി. ഇപ്പൊ കേക്കുന്നുണ്ട് മാതാജി. ആ, ആ. അല്ലേ മാതാജി അതല്ലേ ചോദിച്ചത്, ഇപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ നമ്മുടെ കേക്കുന്നുണ്ട് ഈ മാതാജി. സമയത്ത് മാതാജി അതല്ലേ ഉദ്ദേശിച്ചത്, ഈ സമയത്ത് എന്തുകൊണ്ട് നമ്മള് നല്ല ഭരണകർത്താ അത് കാരണം എന്താന്ന് വെച്ചാൽ ശൂദ്രന്മാരാണല്ലോ മാതാജി ഭരിക്കുന്നത്. വൈദിക നിയമങ്ങൾ അനുസരിച്ചിട്ടല്ലല്ലോ ഭരിക്കുന്നത്. വൈദിക നിയമങ്ങൾ വർണ്ണാശ്രമ കർമ്മത്തിനനുസരിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഇന്നലെ ഇപ്പൊ പ്രഭു പറഞ്ഞില്ലേ, ഇത് മുഴുവനും മാതാജി പറഞ്ഞിരുന്നു. ഒരു മാതാജി നമ്മുടെ സച്ചി മാതാജി പറഞ്ഞത് എന്താ, ഇത് മുഴുവനും ബ്രാഹ്മണരുടെ ഭൂമിയായിരുന്നെന്നും അത് ക്ഷത്രിയര് ഭരിക്കാനായിട്ട് കൊടുത്തതാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ബ്രാഹ്മണരുടെ ഭൂമി സംരക്ഷിക്കുന്നത് ആവശ്യം ക്ഷത്രിയർക്ക് എന്തിനാന്ന് വെച്ചാൽ ബ്രാഹ്മണരാണ് എല്ലാ ഐശ്വര്യങ്ങളും അല്ലെങ്കിൽ എല്ലാം ആ ഇതിനു വേണ്ടി യാഗങ്ങളും യജ്ഞങ്ങളും നടത്തുന്നത്. ഇപ്പോ ഹിരണ്യകശിപു ഇത് ചെയ്തിട്ട് വരും, എന്താ പറയുക, ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും തപസ്സനുഷ്ഠിച്ച് വന്നിട്ട് ആദ്യം ചെയ്യണത് എന്താ, എല്ലാ ബ്രാഹ്മണന്മാരെയാണ് കൊല്ലണത്, എല്ലാ യജ്ഞങ്ങളും നിർത്തിക്കും. എന്തിനാന്ന് വെച്ചാൽ യജ്ഞങ്ങൾ നടക്കുക, യാഗങ്ങൾ നടന്നാൽ അവിടെ ഭഗവാന്റെ സാന്നിധ്യം വന്നാൽ അസുരന്മാരെ പോലെ അല്ലെങ്കിൽ ആസുരിക ചിന്തയുള്ളവര്, ഇപ്പൊ നമ്മളുടെ ഭൂരിപക്ഷം ആസുരിക ചിന്തയിലാണ്, എനിക്ക് വേണം എന്റെ കാര്യങ്ങള്. അവര് ഈ ഹിരണ്യകശിപു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം, ഹിരണ്യകശിപു എന്ന് പറയുമ്പോൾ കശിപു തലയണാന്ന് പറയും. അപ്പൊ കിടക്ക തന്നെ സ്വർണത്തിൽ വിരിച്ചിട്ടിട്ട് അത്രയും സ്വർണത്തിനോടുള്ള എന്ന് പറഞ്ഞാൽ അത്രയും ഭൗതികമായ ആവശ്യങ്ങൾ ഉള്ളവരാണെന്ന് അർത്ഥം. ഹിരണ്യാക്ഷൻ എന്താ, എവിടെയാണോ സ്വർണ്ണം ഉള്ളത് ഭൂമിയുടെ അതിവരെ കുഴിച്ചു പോയിട്ട് സ്വർണ്ണം എടുത്തിട്ട് വരിക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം, അവര് നിയമം അനുസരിച്ചിട്ട് ചെയ്യില്ല. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഇതിലും പ്രോട്ടോകോളൊക്കെ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവർക്ക് ആവശ്യം അവര് സമ്പത്ത് ഉണ്ടാക്കുക, അവര് നന്നാവുക, നമ്മളെ പോലെ അതായത് കഷ്ടപ്പെടുന്നവര് കഷ്ടപ്പെടില്ല. കഷ്ടപ്പാടുള്ളവർ കൂടിയാലേ ഉള്ളൂ വോട്ട് ചെയ്യാൻ ആള് നിൽക്കുള്ളൂ അല്ലെ. ഒരു 10 രൂപയ്ക്ക് അല്ലെങ്കിൽ 20 രൂപയ്ക്ക് വോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവൻ ദരിദ്രനാവണം. അപ്പൊ ദാരിദ്ര്യം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ഇൻഡയറക്ട്ലി ഒരു മിഷനാണ് അവരുടെ. ഹരേ കൃഷ്ണ. അല്ല മാതാജി, ഞാൻ അതൊക്കെ ശരിയാണ്, പക്ഷെ അങ്ങനെ ഉണ്ടോ ഭാഗവതത്തില് ശരിക്കും അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ടോ, എങ്ങനെ ഭരിക്കണം എന്നുണ്ടോ മാതാജി? അത് എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ വായിച്ചിട്ടില്ലാത്തോണ്ട് ഞാൻ ചോദിക്കുക, അങ്ങനെ ഉണ്ടോ? ഭാഗവതത്തിലല്ല മാതാജി, ഭാഗവതത്തിലല്ല, പക്ഷെ മനു സംഹിത എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഒരു രാജാവ് എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ ഒരു രാജാവ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം മനുസംഹിത അതുപോലെ തന്നെ വേദഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നുണ്ട്. ഭാഗവതത്തിലും ഒരു രാജാവ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പൃഥു മഹാരാജാവിന്റെ ഭാഗവതത്തിലെല്ലാ എക്സാമ്പിളിൽ കൂടെ പറഞ്ഞു തരാം, ഒരു രാജാവ് എങ്ങനെ ഭരിക്കണം, മനസ്സിലാവണ്ടോ? അതായത് ഒരു രാജാവ്, ഇപ്പൊ നമുക്ക് അതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് തിരുവനന്തപുരത്ത് രാജാക്കന്മാർ. അവരെങ്ങനെയാ പറയാ, പത്മനാഭദാസൻ എന്നാ പറയാ. അവരൊരിക്കലും അവരാണ് ഭരിക്കണേന്ന് പറഞ്ഞിരുന്നില്ല, ഭഗവാനെ മുൻനിർത്തി ഭഗവാന്റെ ദാസനായിട്ടാണ്. അതായത് വേദങ്ങളിലും നമ്മുടെ ശാസ്ത്രങ്ങളിലും പറഞ്ഞിട്ടുള്ളത് എന്താ, ഒരു രാജാവ് എപ്പോഴും രക്ഷകനായിരിക്കണം എന്നാ പറയാ, ജനങ്ങളുടെ രക്ഷകനായിരിക്കണം. അത് പൃഥു മഹാരാജാവിന്റെ ഇതിൽ പറയുന്നുണ്ട്. പൃഥു മഹാരാജാവ് ധനം എല്ലാം എടുത്തു വെക്കുമ്പോഴും അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല, എന്താ പറയാ, പ്രജകളുടെ ക്ഷേമം, പ്രജകൾക്ക് എങ്ങനെയാണ്. ഇപ്പൊ ശ്രീരാമചന്ദ്രൻ എങ്ങനെയായിരുന്നു, വെറും ഒരു അലക്കുകാരൻ പറഞ്ഞു എന്ന് പറഞ്ഞ് വരെ സീതാദേവിയെ മാറ്റി നിർത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രം പോലും എന്റെ പ്രജ ദുഃഖിക്കരുത്, അല്ലെങ്കിൽ ആ പ്രജയുടെ മനസ്സിലൊരു തെറ്റായ ചിന്ത വരരുത്. അപ്പോ ആ നമ്മുടെ വർണ്ണാശ്രമ ധർമ്മം നേരത്തെ പറഞ്ഞ പോലെ അതിനനുസരിച്ചിട്ട് പോയാല്, ഇപ്പോ വൈഷ്ണവ എന്താ പറയാ, ബ്രാഹ്മണര് പറഞ്ഞു കൊടുക്കണ നല്ല ബ്രാഹ്മണര്, അത് ഒരു ഇതിൽ പറയുന്നുണ്ട്, വിഭീഷണൻ പറയുന്നുണ്ട് അത്ര, ഞാൻ കലിയുഗത്തിലെ ബ്രാഹ്മണനായിട്ട് ജനിക്കുകയാണെങ്കിൽ അങ്ങ് എന്നെ ഇതാക്കിക്കോളൂ എന്ന് പറയുന്നുണ്ട് ശ്രീരാമചന്ദ്രനോട്. അതായത് കലിയുഗത്തിലെ ബ്രാഹ്മണന്മാര് ശരിയായിട്ടുള്ളവരല്ല എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഭഗവാനെ എന്നും എനിക്ക് ഭജിക്കണം, എനിക്ക് എന്നും ഭഗവാനെ അങ്ങേ തന്നെ ഭജിച്ചുകൊണ്ടിരിക്കണം, അങ്ങാണ് എനിക്ക് എപ്പോഴും വേണ്ടത്. അങ്ങനെ അല്ലാത്ത പക്ഷം ഞാൻ കലിയുഗത്തിലെ ബ്രാഹ്മണനായിട്ട് ജനിക്കട്ടെ എന്ന്. സോറി, അങ്ങനെയാണ് വിഭീഷണൻ ആരാണ് വിഭീഷണൻ പറയണത്, മനസ്സിലായോ? അപ്പൊ അത്രയും കലിയുഗത്തിന്റെ പ്രശ്നങ്ങള് ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ളൊരു മോചനമാണ് നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഈ മാതാജി എന്ന് ആലോചിച്ചു, കൃഷ്ണാവബോധത്തിൽ നമുക്കറിയാലേ നമ്മൾ എത്ര ചിട്ടയോടുകൂടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരണ്ട്. എത്ര പേര് കൃഷ്ണാവബോധത്തിലേക്ക് വരാൻ തയ്യാറുണ്ട്? വരാൻ വളരെ വിഷമാണ് എല്ലാവർക്കും, കാരണം പലതരത്തിലുള്ള. അത് കറക്റ്റ് ആണോ മാതാജി പറയുന്നത്? നമ്മളോട് പറയും ജപിക്കാന്നൊക്കെ പറയും, എന്നിട്ടാണെങ്കിൽ ജപമാലയൊക്കെ വേറെ വല്ല സ്ഥലത്താവും. പക്ഷെ അത് പിന്നീട് നമുക്കൊരു വിഷമാവും അത് കേൾക്കുമ്പോ, കൊടുത്ത ആള് ആകെ കഷ്ടാവും.
എന്നുവെച്ചാ പിന്നെ അതായത് അവര് അതിനെ പറ്റി ചിന്തിക്കേ വരില്ല. ഇല്ല. കാരണം പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടല്ലോ മാതാജി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പല നിയന്ത്രണങ്ങൾ വയ്ക്കുമ്പോ ആദ്യം നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ കുറെ കഴിയുമ്പോൾ അത് നമുക്ക് നല്ലതാണെന്ന് മനസ്സിലാവും. ഇപ്പൊ നമുക്ക് തന്നെ ആദ്യം എന്തായിരുന്നു, യമനിയമങ്ങൾ പാലിക്കുക, ചായ കുടിച്ചില്ല ഈ തലവേദനയുള്ള ആളായിരുന്നു ഞാൻ, ഉള്ളത് പറയാലോ. അപ്പൊ തലവേദനിക്കുന്ന തല വെട്ടിപ്പൊളിയണ തലവേദനയായിരുന്നു. പക്ഷെ നമുക്കൊരു ലക്ഷ്യം, ഒരു ഉന്നതമായ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തണം എന്നപ്പോ ഞാൻ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ ദീക്ഷ എടുത്തിട്ടുള്ളവർക്കും അതറിയാം, അല്ലാത്തവരും ഇപ്പൊ ഇതിലേക്ക് മുന്നേറുന്നവർക്ക് അറിയാം. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഉന്നതമായ ലക്ഷ്യം. ആ ഉന്നതമായ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ചിലതെല്ലാം ത്യാഗം ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ നമുക്ക് കൃഷ്ണാവബോധം വളരെ രസമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ അത് ചില ആൾക്കാർക്ക് ചായ ഇല്ലെങ്കിൽ പറ്റില്ല. പക്ഷെ ചായ ഇല്ലെങ്കിൽ പറ്റില്ല, സത്യമാണത്. ഞാനൊരു 15 ദിവസം കഷ്ടപ്പെട്ടു മാതാജി. അങ്ങനെ 30 ദിവസം, ഒരു മാസം എടുത്തിട്ട് വേണ്ടി വന്നു ചായ മാറ്റാനായിട്ട് എന്റെ ജീവിതത്തിൽ നിന്ന്. അപ്പൊ എന്നിട്ട് എന്താ, ഇപ്പൊ നമുക്കൊരു പ്രശ്നമില്ല, തലവേദന എന്ന് പറഞ്ഞതേ ഇല്ല എനിക്ക്. മറ്റേത് ആ സമയത്ത് ഒരു 4 മണിക്ക് വേണം, രാവിലെ 8 മണിക്ക് വേണമെന്നുണ്ടായിരുന്നു. അതാണ് ഭഗവാൻ പറയണത്, ഉന്നതമായ ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറാവണം. അല്ലാന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, നമ്മൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇപ്പൊ തലവേദന എന്ന് പറഞ്ഞൊരു സംഭവമേ നമുക്ക് തോന്നണില്ല ചായ കുടിച്ചാലും ഇല്ലെങ്കിലും. ആ സമയത്ത് നമുക്ക് ഒന്നും വേണമെന്നില്ല, നമുക്ക് അത് നേരിടാൻ സഹിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഭഗവാനിലേക്ക് നമുക്ക്, ഞാൻ അടുത്തൊന്നല്ല കേട്ടോ പറയണത്, നമ്മളൊക്കെ കൂടുതൽ വരാൻ ശ്രമിക്കും തോറും നമുക്ക് നമ്മൾ ചിന്തിക്കുന്ന പല സുഖങ്ങളും, നമ്മുടെ ഭൗതികമായ പല സുഖങ്ങളും നമുക്ക് മനസ്സിലാവും അതൊന്നും അല്ലായിരുന്നു ശരിയായ വഴി എന്നുള്ളത്. അങ്ങനെ എനിക്ക് തോന്നുന്നു മാതാജി. എന്റെ അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ഹരേ അല്ല, കൃഷ്ണ. നന്നായി, എനിക്ക് നല്ലൊരു ഉത്തരം കിട്ടി മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ ഹരേ കൃഷ്ണ പ്രഭു, സമർപ്പിക്കാം അല്ലെ. നന്ദി മാജി, വളരെ സന്തോഷം, നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. മാതാജി, ഷീബ മാതാജി ചോദിച്ച ഒരു ചോദ്യം, നമ്മുടെ രാജാക്കന്മാർക്ക് വല്ല ഫോളോ ചെയ്യേണ്ട ഒരു പ്രോട്ടോകോൾ ഉണ്ടോ എന്ന് ചോദിച്ചല്ലോ. ഷീബ മാതാജിയല്ലേ ചോദിച്ചത്? ഷീബ മാതാജിയാണോ ചോദിച്ചത്? അതെ പ്രഭുജി, അതെ പ്രഭുജി. ഹരേ കൃഷ്ണ. വിഷ്ണുപ്രിയ മാതാജി, ഞാൻ ഒരു പോയിന്റ് പറഞ്ഞോട്ടെ? പ്രഭു പറഞ്ഞോളൂ, ഞാനത് പറഞ്ഞില്ലേ, എന്റെ റിയലൈസേഷൻ ശരിയല്ല. അല്ലല്ല, മാജി പറഞ്ഞതെല്ലാം കറക്റ്റ് തന്നെ. എന്റെ ഒരു എക്സ്ട്രാ പോയിന്റ്, ഒരു നല്ലൊരു പോയിന്റ് ആണെന്ന് തോന്നുന്നു, ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. മാജി അനുഗ്രഹിക്കണം. അതായത് പ്രോട്ടോകോള് തന്നെയാണ് ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, ചൈതന്യ ചരിതാമൃതം, പിന്നെ അതേപോലെ തന്നെ മഹാഭാരതം, രാമായണം ഇത്യാദി ഗ്രന്ഥങ്ങളിലെല്ലാം ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നതിന്റെ പ്രോട്ടോകോൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം ഉപദേശിച്ചിരിക്കുന്നത് രാജാക്കന്മാരോടാണ്. അപ്പോ അർജുനനോടാണ് ഉപദേശിക്കുന്നത്. അദ്ദേഹം രാജകുമാരനല്ലേ, ഭഗവത്ഗീത. അതേപോലെ നമ്മുടെ ശാസ്ത്രങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ മഹാജന ഏന ഗ്രഹസ്ഥബന്ധം, മഹാജനങ്ങളെ വഴിയെ പോകണം. അതില് 12 മഹാജനന്മാരുണ്ട്. അവരെല്ലാം സാധാരണക്കാരല്ല, അവരെ രാജാക്കന്മാരാണ് പലരും. മഹാബലി ആയാലും പ്രഹ്ലാദ മഹാരാജാവായാലും ഇവരെല്ലാം ജനകനായാലും ഇവരെ രാജാക്കന്മാരാണ്. അപ്പൊ അവർക്ക് ഭഗവാൻ കൊടുത്ത ഉപദേശങ്ങൾ അനുസരിച്ച് അവർ ജീവിച്ച് കാണിച്ചു തന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതമാണ് അടുത്ത തലമുറയ്ക്കുള്ള പ്രോട്ടോകോൾ. പിന്നെ വിഷ്ണുപ്രിയ മാതാജി പറഞ്ഞതുപോലെ മനുസംഹിത ആണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത്. അപ്പോ മനുസംഹിതയിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ചാണ് ആ പ്രോട്ടോകോളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് കാലക്രമേണ അത് നഷ്ടപ്പെട്ടത് കൊണ്ട് വീണ്ടും ധർമ്മ പുനഃസ്ഥാപനത്തിന് വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ വീണ്ടും ഉപദേശിച്ചു. അതാണ്. അപ്പൊ മനുസംഹിത ഇതൊരു നല്ലൊരു എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു പ്രോട്ടോകോളാണ്. പിന്നെ രാമായണം നോക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ ധർമ്മങ്ങൾ തമ്മിൽ കോൺട്രാഡിക്ഷൻ വന്നപ്പോൾ ഭദ്രധർമ്മം ഉപേക്ഷിച്ചിട്ട് രാജധർമ്മം സ്വീകരിച്ചു. അപ്പൊ ധർമ്മങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ധർമ്മങ്ങൾ തമ്മിൽ കോൺട്രാഡിക്ഷൻ വരുമ്പോൾ ചെറിയ ധർമ്മം വിട്ടിട്ട് വലിയ ധർമ്മം പിടിച്ചോണം എന്നാണ്. പതിവ്രതയായ ഭാര്യയാണ് സീതാദേവി എന്നുള്ള അർത്ഥത്തിൽ യാതൊരു സംശയവും ഇല്ലാത്ത ശ്രീരാമചന്ദ്രൻ ജനങ്ങൾക്കിടയിൽ കോൺട്രാഡിക്ഷൻ ഡിസ്കഷൻ വന്നപ്പോൾ ഒന്നുകിൽ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ രാജധർമ്മം ഏതെങ്കിലും ഒന്നേ എടുക്കാൻ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ പേഴ്സണൽ ലൈഫ് ഉപേക്ഷിച്ചു, രാജധർമ്മം സ്വീകരിച്ചു.
അതേപോലെ രാജധർമ്മവും ഭഗവത് ധർമ്മവും തമ്മിൽ കോൺട്രാഡിക്ഷൻ വന്നാൽ രാജധർമ്മമാണ് ഉപേക്ഷിക്കേണ്ടത്, ഭഗവത് ധർമ്മം അല്ല. അപ്പൊ നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ, ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ധർമ്മം ഫോളോ ചെയ്യാൻ പറ്റൂ എന്നുള്ള അർത്ഥത്തിൽ ഏത് ധർമ്മം ഉപേക്ഷിക്കണം എന്ന് ചോദിച്ചാൽ സകല ധർമ്മം ഉപേക്ഷിച്ച് ഭഗവാനെ ശരണം പ്രാപിക്കുക. പാണ്ഡു ചെയ്തത് അതാണ്. പാണ്ഡു ഒരു സമയം വന്നപ്പോൾ രാജധർമ്മവും അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ഭഗവത് ധർമ്മം ചെയ്യാനുള്ള സമയം അദ്ദേഹത്തിന് കുറവാണെന്ന് തോന്നി, അത് രാജധർമ്മം ഉപേക്ഷിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അങ്ങ് ഈ സിംഹാസനത്തിൽ ഇരുന്നില്ലെങ്കിൽ കുരു രാജ്യത്തിന് ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അതെല്ലാം ഭഗവാൻ നോക്കിക്കോളും, എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഭഗവത് ധർമ്മം നോക്കാനാണ് എനിക്ക് ഇനി സമയമുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം രാജധർമ്മം ഉപേക്ഷിച്ചു. അപ്പോൾ ഈ സകല ശാസ്ത്രങ്ങളും പ്രോട്ടോകോളാണ് പഠിപ്പിച്ചു തരുന്നത്. ഭാഗവതം, ഭഗവത്ഗീത, മഹാഭാരതം, രാമായണ എല്ലാം പ്രോട്ടോകോളുകളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മെന്റേഴ്സ് ആവശ്യമാണ്. നമ്മളെ നയിക്കാൻ നമുക്ക് വളരെ ബുദ്ധിയില്ലാത്തത് കൊണ്ട് നമുക്ക് വ്യക്തമായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഏതെങ്കിലും ഒന്ന് പറഞ്ഞാലേ നമുക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റൂ. നമുക്ക് കോൺട്രഡിക്ഷൻ വന്നാൽ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് മഹാജനോ ഏന ഗ്രഹസ്ഥപാത. മഹാജനങ്ങളായി 12 പേരെ പറഞ്ഞിട്ടുണ്ട്. അവരെ നമ്മൾ ഫോളോ ചെയ്യുകയാണ് സാധാരണക്കാർക്ക് ഏറ്റവും എളുപ്പമായ ഒരു വഴി. അപ്പം അങ്ങനെ നമ്മൾ ഭാഗവത്തിലുള്ള 12 മഹാജനങ്ങളെ ഫോളോ ചെയ്യുന്ന പക്ഷം നമുക്കും ധർമ്മം തെറ്റിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാതാജി, അത് സാറ്റിസ്ഫൈഡ് ആണോ ഞാൻ പറഞ്ഞത്? എക്സ്ട്രാ പോയിന്റ്സ്? രാഷ്ട്രീയക്കാരൊക്കെ ഈ മനുസംഹിത ഒന്ന് പഠിച്ചിട്ട് കേറിയിരിക്കുന്നതായിരിക്കും ബുദ്ധി, അല്ലേ പ്രഭുജി? സംഹിതയൊക്കെ പഠിക്കണം, എന്നിട്ട് വേണം ഭരിക്കാൻ, അല്ലേ? ശരിക്കും അപ്പൊ അതിൻ്റെതായ സിസ്റ്റമാറ്റിക്കായിട്ട് അങ്ങോട്ട് പോവില്ലേ? ഇത്രയും മാതാജി ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്തോട്ടെ. മഹാഭാരതത്തില് വിതുരനീതി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, വിതുരനീതി. അപ്പൊ വിതുര ഉപദേശം എന്ന് പറയുന്നത് രാജധർമ്മത്തിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു ഉപദേശമാണ് മഹാഭാരതത്തിലെ വിതുരനീതി എന്നുള്ള ഭാഗം. അത് സ്പെസിഫിക് കുറെ ധർമ്മങ്ങളെ കുറിച്ച് വിതുരൻ പറയുന്നുണ്ട്. അതേപോലെ മഹാഭാരത യുദ്ധം കഴിഞ്ഞതിന് ശേഷം എങ്ങനെ രാജ്യം ഭരിക്കണം എന്നതിനെ കുറിച്ച് ഒരു ബോധോദയം വരുത്താൻ വേണ്ടി മഹാരാജ യുധിഷ്ഠിരനെ ഉപദേശം സ്വീകരിക്കാൻ വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു. ആരുടെ പക്ഷത്തു നിന്നും? അതാണ് അത്ഭുതം. അത് ഭീഷ്മദേവന്റെ പക്ഷത്തു നിന്നുമാണ് ആ ഉപദേശം സ്വീകരിച്ചോളാൻ പറഞ്ഞത്. അപ്പൊ ഭീഷ്മദേവന് എങ്ങനെ രാജ്യം നടത്തണം, ധർമ്മം നിർവഹിക്കണം എന്നുള്ള അറിവുണ്ട്, അതേ മഹാജനങ്ങളിൽ ഒന്നാണ്. അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിച്ചോളുക എന്ന് പറഞ്ഞു. അങ്ങനെ ഭീഷ്മോപദേശം എന്ന് പറയുന്നത് ഭാഗമുണ്ട്. യുധിഷ്ഠിര മഹാരാജാന് ഭീഷ്മോപദേശം, അതും രാജധർമ്മത്തിനെ കുറിച്ചുള്ള സ്പെസിഫിക് നിർദ്ദേശങ്ങളാണ്. പതിതാം പ്രഭു എന്തോ പറഞ്ഞല്ലോ, ദയവായി പറഞ്ഞാലും പതിതാം പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. വേറെ ഒന്നല്ല പ്രഭു, എല്ലാരും പറഞ്ഞു. ഞാൻ അതിന്റെ കൂടെ ജസ്റ്റ് പോയിന്റ്സ് എല്ലാം അതിനൊന്ന് റീകളക്ട് ചെയ്തേ ഉള്ളൂ. അതായത് മാതാജി പറഞ്ഞ പോലെ രാജ്യഭരണം ഇല്ലെങ്കിൽ നമ്മളുടെ നീതി എങ്ങനെ നടത്തണം എന്നതിനെ കുറിച്ചുള്ള സ്പെസിഫിക്കേഷൻസ് ആണ് മാതാജി ചോദിച്ചത്. പക്ഷെ നമ്മളൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ന് വരെ ലോകം ഭരിച്ച ഇല്ലെങ്കിൽ ഏറ്റവും അറിയപ്പെടുന്ന രാജാക്കന്മാരെല്ലാരും ഈ പറഞ്ഞ ഭാഗവതോത്തമന്മാരായിരുന്നു. കാരണം നമ്മൾ അംബരീഷ മഹാരാജാവിന്റെ ജീവിതം നോക്കിയാലും, പ്രഹ്ലാദ് മഹാരാജാവിന്റെ ജീവിതം നോക്കിയാലും, പരീക്ഷിത് മഹാരാജാവിന്റെ ജീവിതം നോക്കിയാലും അവരെല്ലാം ഏറ്റവും ഉത്തമനായ ഭക്തനുമായിരുന്നു, അതുപോലെ ഉത്തമനായ രാജാവുമായിരുന്നു. കാരണം അവർ ഈ പറഞ്ഞ ഭാഗവത ധർമ്മത്തെ അവരുടെ സ്വജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അതും നേരത്തെ പറഞ്ഞ പോലെ ഗുരുവിന്റെ ആജ്ഞപ്രകാരം അവർക്ക് എല്ലാവരുടെയും രാജഗുരു ഇല്ലെങ്കിൽ രാജർഷിമാര് സമയാസമയമുള്ള ഓരോ ആചാര്യന്മാർ അവരെ ഗൈഡ് ചെയ്തു, അവരത് പാലിച്ചു. നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞു തന്നിരിക്കുന്ന ആചാര്യന്മാർ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഓരോ പേഴ്സണാലിറ്റീസും ലൈക്ക് പ്രഹ്ലാദ് മഹാരാജ്, ധ്രുവ മഹാരാജ്, ഈ പറഞ്ഞ അംബരീഷ മഹാരാജിന്റെ ജീവിത ചരിത്രത്തില് സവൈമന കൃഷ്ണ പദാരവിന്ദയോ വചാംസി ആ ശ്ലോകം നോക്കിയാൽ തന്നെ ഒരു ദിവസം ഇല്ലെങ്കിൽ ഒരാള് മോർണിംഗ് ടു നൈറ്റ് എന്ത് ചെയ്യണം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഡേ ബൈ ഡേ എന്തൊക്കെ ചെയ്യണം എന്നതിന് വ്യക്തമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. അപ്പൊ നമ്മള് ജസ്റ്റ് ഇത് ഫോളോ ചെയ്യുമ്പോൾ തന്നെ എല്ലാ സദ്ഗുണങ്ങളും, അതായത് ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട് ഒരു ശുദ്ധ ഭക്തന് എല്ലാ ദേവന്മാരുടെ ഗുണങ്ങളും വന്നു ചേരുമെന്ന്. അപ്പൊ ഈ പ്രാക്ടീസ് നമ്മൾ ഈ പറഞ്ഞ ധർമ്മത്തെ എന്താ പറയാ നമ്മളുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കിയാൽ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സദ്ഗുണങ്ങളും താനേ നമ്മളിൽ വന്നു ചേർന്നു എന്ന് പറയുന്നുണ്ട് ഭാഗവതം. അപ്പൊ നമുക്ക് സിമ്പിൾ ആണ് മാതാജി, നമ്മൾ കൂടുതൽ കൺഫ്യൂസ് ആകാതെ കൂടുതൽ നമ്മൾ ഇതിനെ സ്പെക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് നമ്മൾ ഇതിനെ ഒബേ ചെയ്ത് അനുസരിച്ച് പോകുമ്പോൾ നമുക്ക് അതിൻ്റെതായ
ടേസ്റ്റും അതിൻ്റെതായ റിയലൈസേഷൻസും നമുക്ക് കിട്ടും എന്നാണ് ശ്രീമദ് ഭാഗവത്തിലും പറയുന്നത്. പ്രഭുപാദിന്റെ കൂടെ കുറെ ഡിസൈപ്പിൾസും ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ അവർ വ്യഗ്രതയിലിരുന്നു. പക്ഷെ അവർ സേവനം ചെയ്തു തുടങ്ങിയപ്പോൾ ആ ചോദ്യങ്ങളെല്ലാം കെട്ടടങ്ങി എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്ററിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. ഹരേ കൃഷ്ണ പ്രഭു സന്മാജി, ദണ്ഡവത് പ്രണാം. താങ്ക് യു പ്രധാൻ. നല്ല റിയലൈസേഷൻ, നല്ല പോയിന്റ്സ്. താങ്ക്സ്. മാതാജി, ഒരു പോയിന്റ് കൂടെ എക്സ്ട്രാ പോയിന്റ് ആഡ് ചെയ്യാം. ഭാഗവതത്തില് 115 പ്രയറുകളുണ്ട്. ഈ 115 പ്രയറുകളും ഭഗവാനെ ഭക്തിപൂർവ്വം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടി ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നതാണ്. ഈ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ഭഗവാന്റെ കുറിച്ചുള്ള ബോധമുള്ള ആൾക്കാരാണ്. അപ്പൊ അവര് പറയുന്ന ഓരോ പ്രയറുകളും നമുക്ക് നമ്മുടെ ലൈഫിൽ എത്തിക്കേറ്റ് ആയിട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 12 മഹാജനങ്ങൾ ഭഗവാനെ കുറിച്ച് എന്താണോ പറഞ്ഞത് അത് നമുക്ക് ഒരു എത്തിക്കേറ്റ് ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാം. 12 മഹാജനങ്ങളുടെ ഉപദേശങ്ങൾ. 2, ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിരിക്കുന്ന മൊത്തം ഭഗവത്ഗീതയും നമുക്ക് മുന്നോട്ട് നയിക്കാനുള്ള മാർഗനിർദ്ദേശമായി സ്വീകരിക്കാം. 2, 3, ശ്രീമദ് ഭാഗവത്തിൽ 15 പ്രയറുകളുണ്ട്. ഈ 115 പ്രയറുകളുണ്ട്. ഈ 115 പ്രയറുകൾ പറഞ്ഞ ഓരോരുത്തരും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി ഭഗവാനെ കുറിച്ച് നമ്മുടെ ലൈഫായിട്ട് ടച്ച് ചെയ്ത് പറഞ്ഞ പ്രയറുകളാണ്. അത് നമ്മുടെ എത്തിക്കേറ്റ് ആയിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ മഹാഭാരതത്തിൽ നിന്നുള്ള വിതുരനീതി എടുക്കാം, ഭീഷ്മോപദേശം എടുക്കാം. പിന്നെ അതേപോലെ പിന്നെ എടുക്കാൻ പറ്റുന്നത് ഭീഷ്മോപദേശം. ഇനി ഒരു പോയിന്റ് കൂടെ ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പൊ ഇത്രയും നമുക്ക് വളരെ ലൈഫിൽ വളരെ പിന്നെ തീർച്ചയായും ശ്രീല പ്രഭുപാദർ ചാണക്യ പണ്ഡിതനെ പല കാര്യങ്ങൾക്കും വേണ്ടി അദ്ദേഹത്തിന്റെ കോട്ട്സ് ഒക്കെ ശ്രീല പ്രഭുപാദർ കോട്ട് ചെയ്തതായിട്ട് കാണപ്പെടുന്നുണ്ട്. ചാണക്യന്റെ ഉപദേശങ്ങൾ, ചാണക്യ നീതി എന്നുള്ള ഭാഗത്ത് തീർച്ചയായിട്ടും ഒരുപാട് ധർമ്മത്തിനെ കുറിച്ചും ഒക്കെ കൂടുതൽ പറയുന്നുണ്ട്. എന്നാൽ ശ്രീമദ് ഭാഗവത്തില് ധർമ്മ അർത്ഥ കാമം കൂടുതൽ കാണാൻ കഴിയില്ല. ആത്മസമർപ്പണം എന്നുള്ള ഫൈനൽ സ്റ്റേജും കൂടെ ശ്രീമദ് ഭാഗവത്തിൽ മാത്രം കാണാൻ കഴിയും. ബാക്കി ഏതൊരു പുസ്തകം എടുത്ത് നോക്കുമ്പോഴും ധർമ്മ അർത്ഥ കാമത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണും. അതുകൊണ്ട് ഭാഗവതത്തിൽ വരുന്ന കൂടുതൽ ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുന്ന പക്ഷം അതിൽ പരിപൂർണത ഉണ്ടാവും, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു. ചാണക്യന്റെ സാമ്പത്തിക ശാസ്ത്രം, ചാണക്യന്റെ ഇപ്പൊ എങ്ങനെയാണ് എന്താ പറയാ എക്കണോമിക് എങ്ങനെയാണ് വളർത്തേണ്ടതെന്നുള്ളത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. അത് വളരെ ഗുണം ചെയ്യും. പക്ഷെ മാതാജി ചോദിച്ച പോലെ ഇന്നത്തെ ആൾക്കാർക്ക് പ്രോട്ടോകോൾ ഒന്നും വേണ്ടല്ലോ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി, പ്രഭുജി, എല്ലാവർക്കും താങ്ക്സ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ മാതാജി, നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. ഹരേ കൃഷ്ണ പ്രഭു, എല്ലാം കൊണ്ട് നല്ലതായിരുന്നു, നല്ല പഠിക്കാനുള്ള എല്ലാം ഉണ്ടായിരുന്നില്ലേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം. ഹരേ കൃഷ്ണ. എല്ലാവരും പ്രണമിച്ചുകൊണ്ട് ഞാൻ ഇതിവിടെ സമർപ്പിക്കുകയാണ്. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം, പ്രണാമം. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭുജി, പ്രണാമം. താങ്ക് യു.